ഹായ് ഓൾ, നമുക്ക് NSE-JS ഫിസിക്സിലെ അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, നമ്മൾ ബ്രീഫ്ലി 9th സ്റ്റാൻഡേർഡിൽ കവർ ചെയ്ത് പോകുന്ന ഏരിയയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എല്ലാ ക്വസ്റ്റ്യൻസും വരാറുള്ളത്. നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ എല്ലാ സബ്ജക്റ്റിലും നമ്മുടെ NSE-JSൻ്റെയും IUQM ഒക്കെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഒളിമ്പിയാഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ പോകുന്നത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിലേക്കാണ്. ഇതിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ തന്നെയാണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മളൊരു ഒബ്ജക്റ്റിനെ ഒരു ലിക്വിഡ് നമ്മൾ ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത്, ഒരു ഫ്ലൂയിഡിൽ നമ്മൾ ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ ഫുള്ളി ഇമ്മേഴ്സ്ഡ് ആവാം. വാട്ട് എവർ ബി ദ കേസ്, നമുക്ക് എന്ത് പറയാം, ഒരു ബോയൻസി ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ ഫ്ലൂയിഡിൽ നിന്നും ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഒരു ബോയൻസി ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ ബോയൻസി ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ് ചെയ്യുന്ന ഒരു ലിക്വിഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബക്കറ്റിലേക്ക് ഒരു സ്റ്റോൺ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ബക്കറ്റിലെ വാട്ടർ ലെവൽ റൈസ് ചെയ്യും. കാരണം ഈ സ്റ്റോണിൻ്റെ വോള്യം കൂടെ എന്ത് ചെയ്തു, ആ സ്റ്റോണിൻ്റെ വോള്യത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിൻ്റെ വെയിറ്റിനോട് ഈക്വൽ ആയിരിക്കും ബോയൻസി ഫോഴ്സ് എന്നുള്ളതാണ് ആർക്കിമിഡീസിൻ്റെ പ്രിൻസിപ്പിൾ. അത് ബേസ് ചെയ്തിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും വരുന്നത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വെൻ പ്ലേസ്ഡ് ഇൻസൈഡ് എ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി D1, a sphere sinks as shown in the figure. When placed inside a liquid of density D2, the same sphere floats with half of its volume appearing above the liquid surface as shown in the figure 2. Given that the density of the sphere is D, if F1 and F2 are the buoyant forces acting on the sphere in the two situations 1 and 2 respectively, due to that two liquids, then the ratio of F1 by F2 is equal to എന്നാണ് ചോദ്യം. അപ്പോൾ ബോയൻസി ഫോഴ്സുകളുടെ റേഷ്യോസ് ആണ് ഈ രണ്ട് സിറ്റുവേഷൻസിലും. ഫസ്റ്റ് സിറ്റുവേഷൻ്റെ പ്രത്യേകത, ആ ബോൾ കംപ്ലീറ്റ് ആയിട്ട് സിങ്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേതിൽ ഹാഫ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, സിങ്ക് ചെയ്തിട്ടുള്ളൂ. ആ രണ്ട് സിറ്റുവേഷൻസിലെയും ബോയൻസി ഫോഴ്സിൻ്റെ റേഷ്യോ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഫുള്ളി ഇമേഴ്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത് നമ്മുടെ ബോയൻസി ഫോഴ്സുകളുടെ F1 F2 ആവട്ടെ, ഏത് സിറ്റുവേഷൻ ആവട്ടെ, എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട ലിക്വിഡിൻ്റെ വെയിറ്റ് ആണ്. അത് നമ്മൾ എഴുതി കൊണ്ടുവരുന്ന സമയത്ത് ഫൈനലി എന്തായിട്ട് മാറും, എത്രയാണോ ഇമ്മേഴ്സ്ഡ് ആയിട്ടുള്ളത്, ഓക്കെ, എത്രയാണോ ഇമ്മേഴ്സ്ഡ് വോള്യൂം ഓഫ് ദി ഒബ്ജക്റ്റ്. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ ഫുൾ വോള്യൂം സിങ്ക് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ കേസിൽ ഹാഫ് ദ വോള്യൂം മാത്രമേ സിങ്ക് ചെയ്തിട്ടുള്ളൂ. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ഇൻറ്റു G ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ബോയൻസി ഫോഴ്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ F1 ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് V ഇൻറ്റു D1 ഇൻറ്റു G ആണെന്ന് എഴുതാം അക്കോർഡിംഗ് ടു ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അതുപോലെ തന്നെ F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, V/2 മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, വെള്ളത്തിൻ്റെ അടിയിലുള്ളൂ. അതിനെ നമ്മൾ ആ രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഡിഫറെൻറ്റ് ലിക്വിഡാണ് യൂസ് ചെയ്തത്, അതുകൊണ്ട് D2 എന്ന് വരും ഇൻറ്റു G എന്ന് വരും. നമുക്ക് വേണ്ടത് F1/F2 എന്നുള്ള ആൻസർ അല്ലേ. ഇത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിയും വി ഒക്കെ ക്യാൻസൽ ആകും, ജിയും ക്യാൻസൽ ആകും. എന്നിട്ട് എന്താ വരാൻ പോകുന്നത്, D1 അല്ലെ, വി ഒക്കെ രണ്ട് ഭാഗത്തും രണ്ട് ഇക്വേഷനിലും കോമൺ ആണ്. വി എന്ന് പറയുന്ന ടേം, ജി എന്ന് പറയുന്ന ടേം ഒക്കെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് D1 ഡിവൈഡഡ് ബൈ D2/2 എന്നുണ്ടാവും. സോ ദാറ്റ് ഈസ് 2D1 ഡിവൈഡഡ് ബൈ D2 എന്ന് വരും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. 2D1/D2 എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. പകരം ഡിയുടെ ടേംസിലുള്ള 1-2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ബി ഓപ്ഷൻ എന്തായാലും അല്ല. D1ൻ്റെയും D2ൻ്റെയും ടേംസിൽ ആൻസർ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എയോ ബിയോ അല്ല ആൻസർ. ഏതാണ് ആൻസർ, 2 ഇൻറ്റു D1/D2 ആണ്. അപ്പോൾ ആൻസർ എയും ബിയും അല്ല, പകരം ഏതാ, ഒന്നെങ്കിൽ സിയോ ഡിയോ ആണ്. അതിലേക്ക് നമുക്കിതിനെ മാറ്റണം. അതിന് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കാം, അതിനുവേണ്ടി ഓൾറെഡി നമ്മൾ എന്തെങ്കിലും ഒരു കണക്ഷൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ നോക്കാം. ഈ കിട്ടിയിരിക്കുന്ന ഫുള്ളി സിങ്ക് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് സിറ്റുവേഷൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ മുഴുവൻ വെയിറ്റും ബോയൻസി ഫോഴ്സ് ബാലൻസ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ. ഫ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് സിറ്റുവേഷനിൽ നിങ്ങൾക്കറിയാം ആ ഒബ്ജക്റ്റിൻ്റെ മുഴുവൻ വെയിറ്റ് ആര് ബാലൻസ് ചെയ്തു, F2 എന്ന് പറയുന്ന ബോയൻസി ഫോഴ്സ് ബാലൻസ് ചെയ്തതുകൊണ്ടാണ് അത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആണ്. അത് താഴേക്കും പോകുന്നില്ല, മുകളിലേക്കും പോകുന്നില്ല. അപ്പോൾ വെയിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം, മാസ് ഇൻറ്റു G എന്ന് എഴുതാം. പക്ഷേ ഈ ചാപ്റ്ററിൽ നമുക്ക് എപ്പോഴും ഡെൻസിറ്റിയുടെയും വോള്യത്തിൻ്റെയും ടേംസിലാണ് വേണ്ടത്. അപ്പോൾ മാസിന് പകരം നമുക്ക് വോള്യൂം ഓഫ് ദ സ്ഫിയർ മൾട്ടിപ്ലൈഡ് ബൈ എന്തായിട്ട് എഴുതാം, ഡെൻസിറ്റി, വോള്യൂം ഓഫ് ദ സ്ഫിയർ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദി
ഒബ്ജക്റ്റ്, അത് ഡി തന്നെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, ഇൻറ്റു ജി. ഇതാണ് എം ജി. എം ജിക്ക് പകരം ഞാൻ എന്ത് ചെയ്യുന്നു, വി ഡി ഇൻറ്റു ജി എന്ന് എഴുതുന്നു. ഈക്വൽ ടു എന്താണ്, v/2 ഇൻറ്റു d2g എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് എനിക്കിതാ ഈ d2ൻ്റെ പകരം ആരെ കൊണ്ടുവരാം, ഡിയുടെ ഒരു ടേമിനെ മേ ബി അവിടെ കൊണ്ടുവരാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ രണ്ട് ഭാഗത്തും അഗെയിൻ v ക്യാൻസൽ ആകുന്നു, അതുപോലെ തന്നെ g ക്യാൻസൽ ആകുന്നു. d2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി 2d ആണെന്നുള്ളത് നമുക്ക് അവിടുന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കിതാ 2d1 ഡിവൈഡഡ് ബൈ d2ന് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്, 2d കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഇതാ d1 ഡിവൈഡഡ് ബൈ d എന്നുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, d1 ഡിവൈഡഡ് ബൈ d എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അണ്ടർസ്റ്റുഡ്? സോ ആൻസർ ഇസ് ഓപ്ഷൻ ഏതായിരിക്കും, ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത്. അതിൽ എന്ത് ചെയ്തു, ഫ്ലോട്ടിങ്ങിൻ്റെ സിറ്റുവേഷനിൽ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റും ബോയൻസി ഫോഴ്സും ഈക്വൽ ആണെന്നുള്ള പ്രിൻസിപ്പിളും കൂടെ ഉപയോഗിച്ചപ്പോഴാണ് നമുക്ക് ഈ കണക്ഷൻ കൂടെ കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. The same liquid is filled in vessels of 3 different shapes up to the same height as shown in the figure ABC. അപ്പോൾ ഈ ചിത്രത്തിൽ സെയിം ലിക്വിഡ് തന്നെ 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെസൽസിലേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്, ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഈച്ച് വെസൽ ഹാസ് ഈക്വൽ ബേസ് ഏരിയ എന്ന് ക്വസ്റ്റ്യനിൽ ഇതാ പ്രത്യേകം പറയുന്നുണ്ട്. 3 വെസൽസിൻ്റെയും ബേസ് ഏരിയ എന്താണ്, ഈക്വൽ ആണ്. ലെറ്റ് PA, PB, PC ആർ ദി വാല്യൂസ് ഓഫ് ലിക്വിഡ് പ്രഷർ ഓൺ ദി ബേസ് ഓഫ് വെസൽസ് ഇൻ ഫിഗർ ABC റെസ്പെക്റ്റീവ്ലി. WA, WB and WC are the weights of liquid contained in vessels in figure ABC respectively. Then choose the correct option. അപ്പോൾ ഇങ്ങനെ സെയിം ബേസ് ഏരിയ ഉള്ള, അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചിരിക്കുന്ന ലിക്വിഡ് സെയിം ലിക്വിഡാണ് ഒഴിച്ചിട്ടുള്ളത്, ഷേപ്പുകൾ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഒരെണ്ണത്തിൽ ബേസ് ഏരിയ കുറച്ച് കൂടുതലാണ്, രണ്ടാമത്തെ ഫിഗറിൽ നമ്മളൊരു പ്രോപ്പറായിട്ടൊരു സിലിണ്ട്രിക്കൽ ഷേപ്പ് തന്നെയാണ്, മൂന്നാമത്തേത് അഗെയിൻ ഒരു ഡിഫറെൻറ്റ് ഷേപ്പാണ്. അപ്പോൾ ഈ 3 ഷേപ്പിലും നമ്മുടെ ഏരിയ സെയിം ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. സെയിം ലിക്വിഡാണ് ഒഴിച്ചിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെയൊക്കെ ഹൈറ്റും സെയിം ആണ്. എത്ര ഹൈറ്റിലേക്കാണ് ഈ ലിക്വിഡിൻ്റെ ഈ ഹൈറ്റ്, ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റും എന്താണ്, സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ലിക്വിഡ്സിൻ്റെ പ്രഷറിൻ്റെ ഇക്വേഷൻ ഓർമ്മയുള്ള ആളുകൾക്കറിയാം, അത് ρHg ആണ്, അല്ലെങ്കിൽ ρgh എന്ന് നമ്മൾ പറയും. അവിടെ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡും പിന്നെ ജിയുടെ വാല്യൂ, അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് കോളം, ഇതിനെ മാത്രമാണ് ലിക്വിഡ്സിൻ്റെ പ്രഷർ എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അറിയുന്ന ഒരാൾക്ക് ആദ്യമേ ഉറപ്പിക്കാം, ഈ പറയുന്ന 3 പോയിന്റിലെയും പ്രഷർ PA ഈക്വൽ ടു PB ഈക്വൽ ടു എന്താണ്, PC ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. സോ ആൻസർ BO അല്ലെങ്കിൽ DO ആയിരിക്കണം എന്നുള്ള കാര്യം നമുക്ക് അതിൽ നിന്ന് തന്നെ ഉറപ്പിക്കാം. ഇനി എങ്ങനെ നമുക്ക് ഈ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ഒബ്ജക്റ്റുകളുടെ എന്ത് കണ്ടുപിടിക്കാം, വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് P ഈക്വൽ ടു ρgh ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രഷർ വിൽ ബി സെയിം അറ്റ് ദ ബേസ്. ഏറ്റവും ടോപ്പിൽ നിന്ന് താഴേക്കുള്ള ഹൈറ്റ് സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രഷർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇനി പിന്നെ നമുക്ക് വെയിറ്റ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mg ആണ്, സെയിം ലിക്വിഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്, പക്ഷേ മാസ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ മാസ് എത്രത്തോളം ഓരോന്നിലും സെയിം ആണ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആണെന്ന് കണക്കാക്കാൻ നമ്മുടെ കയ്യിലുള്ള ആകെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മാസ് ബൈ വോളിയം. അപ്പോൾ മാസ് എന്ന് പറയുന്നത് പിന്നെ എന്തായിരിക്കും, ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആയിരിക്കും. അപ്പോൾ ഡെൻസിറ്റി സെയിം ആണ്, 3 ഒരേ ലിക്വിഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വോളിയം ആർക്കാണോ കൂടുതൽ, അയാൾക്കായിരിക്കും എന്ത് കൂടുതലുണ്ടായിരിക്കുക, മാസ് കൂടുതലുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ വെയിറ്റ് കൂടുതലുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഫിഗറിൻ്റെ പ്രത്യേകത ബേസ് സെയിം ആക്കി വെച്ചുകൊണ്ട് മുകളിലേക്ക് ഏരിയ കുറഞ്ഞു വരികയാണ് എ എന്ന് പറയുന്ന ചിത്രത്തിൽ. സെയിം ബേസ് ഏരിയ എടുത്തുകൊണ്ട് അതേ ഏരിയ തന്നെ കീപ്പ് ചെയ്യാണ് ബി എന്ന് പറയുന്ന ചിത്രത്തിൽ. അതുപോലെ തന്നെ സിയുടെ പ്രത്യേകത എന്താ, ബാക്കി എയുടെയും ബിയുടെയും അതേ ഏരിയ തന്നെ ബേസിലുണ്ട്, പക്ഷേ മുകളിലേക്ക് പോകുമ്പോൾ അത് വൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യാം, അതായത് വോള്യൂം ഓഫ് സി എന്ന് പറയുന്നത് ബിനേക്കാൾ വലുതാണ്, അത് എനേക്കാൾ വലുതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഓഫ് സി എന്തായിരിക്കും, ബിനേക്കാൾ വലുതാണ്, അതുപോലെ തന്നെ എനേക്കാൾ വലുതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ പ്രഷർ 3 ബീക്കറിലും ബോട്ടം പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഷർ എന്താണ്, സെയിം ആണ്, പക്ഷേ വെയിറ്റ് ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് എല്ലാത്തിലും ഫിൽ ചെയ്തിട്ടുള്ള മാസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ വെയിറ്റ് ഡിഫറെൻ്റ് ആണ്. സോ WC ഗ്രേറ്റർ ദാൻ WB ഗ്രേറ്റർ ദാൻ WA എന്നുള്ള ഓപ്ഷൻ ഡി നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ വെസൽ കണ്ടെയ്ൻസ് എ ലിക്വിഡ് 1 ഓഫ് ഡെൻസിറ്റി 0.8 gram per centimeter cube over a liquid 2 of density 13.6 gram per centimeter cube. The two liquids are immiscible. A homogeneous solid sphere floats, half of its volume immersed in liquid 1 and the other half in liquid 2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ density of the material of the sphere in gram per centimeter cube is. ഇത് ഏതിൻ്റെ ക്വസ്റ്റ്യൻ ആണ്?
ഇമ്മേഴ്സ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇമ്മേഴ്സ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിലാണെന്നുണ്ടെങ്കിലും ഫ്ലോട്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ആർക്കിമിഡീസ് പ്രിൻസിപ്പിളാണ്, ബോയൻസി ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാം. ഇവിടെ പക്ഷേ രണ്ട് ലിക്വിഡ്സ് 1 by 1 ആയിട്ട് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇമ്മിസിബിൾ ആണ്, അവർ തമ്മിൽ മിക്സിങ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സോളിഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ സ്ഫിയറിൻ്റെ ഹാഫ് ദ വോളിയം ഫസ്റ്റ് ലിക്വിഡിലും ഹാഫ് ദ വോളിയം സെക്കൻഡ് ലിക്വിഡിലുമാണ്. ഓക്കെ, എന്ന് വെച്ചാൽ കാണാൻ ഏകദേശം എങ്ങനെ ഉണ്ടാവുക, ഇതുപോലെ ഉണ്ടാകും. ലിക്വിഡ് 1 മുകളിലും ലിക്വിഡ് 2 താഴെയുമാണ്. ആസ് ദ സ്ഫിയർ ഫ്ലോട്ട്സ് ഇൻ ദ ലിക്വിഡ്, therefore its weight will be equal to the upthrust force on it. So basically എപ്പോഴും ലിക്വിഡ്സിൽ ഫ്ലൂയിഡ്സിൽ നമ്മളൊരു സോളിഡ് ഒബ്ജക്റ്റുകൾ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടുന്ന സമയത്ത് ആ സോളിഡ്സിന് എന്ത് ഫീൽ ചെയ്യും, അപ്ത്രസ്റ്റ് ഫീൽ ചെയ്യുന്നത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്. രണ്ടാമതായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഈ ഒബ്ജക്റ്റ് ഏതെങ്കിലും ഒരു സ്റ്റേഷനറി പൊസിഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫ്ലോട്ടിംഗ് ആവാം, അല്ലെങ്കിൽ ഇതുപോലത്തെ കേസ് ആവാം. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫ്ലോട്ടിംഗ് തന്നെയാണ് അല്ല, ഇതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്താണ്, 0 ആണ്. അണ്ടർസ്റ്റുഡ്? ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ആൻഡ് ഇതിന് മുകളിൽ ഏതൊക്കെ ഫോഴ്സുകളാണ് ആക്ട് ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ വെയിറ്റ് താഴേക്കുണ്ട്, mg. അതുകൂടാതെ ഈ പറയുന്ന രണ്ട് ലിക്വിഡ്സിൻ്റെയും എന്ത് ഫീൽ ചെയ്യും, അപ്ത്രസ്റ്റ് F1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ എന്ത് ഫീൽ ചെയ്യുന്നത് കാണാം, നമുക്ക് F2 ഫീൽ ചെയ്യുന്നതും കാണാം. അപ്പോൾ രണ്ട് ആളുടെയും F2 എന്ന് പറയുന്ന ലിക്വിഡിൻ്റെ അപ്ത്രസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ആരുടെ ഉണ്ട്, F1 എന്ന് പറയുന്ന ലിക്വിഡിൻ്റെ അപ്ത്രസ്റ്റ്. രണ്ട് അപ്ത്രസ്റ്റുകളും ഇതിൽ നിന്ന് എന്തെയും എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ആ രണ്ട് അപ്ത്രസ്റ്റുകളും മുകളിലേക്ക് തന്നെയാണ്, അപ്ത്രസ്റ്റ് ഒരിക്കലും താഴേക്ക് ഉണ്ടാവില്ല, താഴേക്ക് ഗ്രാവിറ്റിയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് അഥവാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ രണ്ട് അപ്ത്രസ്റ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്, ബാലൻസ് ചെയ്യുന്നുണ്ട് എന്ന് വേണം നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെയിറ്റ് ഓഫ് ദ സ്ഫിയർ എന്തായിരിക്കും, F1 പ്ലസ് F2നോട് ഈക്വൽ ആയിരിക്കും. വെയിറ്റ് ഓഫ് ദ സ്ഫിയർ എഴുതാൻ വേണ്ടി നമ്മുടെ കയ്യിൽ എന്താണുള്ളത്, നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ തന്നിട്ടുള്ളത് മുഴുവൻ ദ ടു ലിക്വിഡ്സിൻ്റെ ഡെൻസിറ്റീസ് ഇതാ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും F1ൻ്റെയും F2ൻ്റെയൊക്കെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. എഴുതിക്കൂടെ? F1ൻ്റെ വാല്യൂ എഴുതുന്നത് എങ്ങനെയാണ്, നിങ്ങൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പളിൻ്റെ ഇക്വേഷൻ മനസ്സിലേക്ക് എടുക്കുക. അതായത് ഡെൻസിറ്റി എത്രത്തോളം വോള്യമാണോ ആ ലിക്വിഡിൽ ഇമേഴ്സ്ഡ് ആയിട്ടുള്ളത്, ഈ സ്ഫിയറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഹാഫാണ്. സോ V/2 എന്ന് പറയുന്ന വോള്യമാണ് ഓരോ ലിക്വിഡിലും ഇമേഴ്സ് ആയിട്ടുള്ളത്, മൾട്ടിപ്ലൈഡ് ബൈ ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ G. അതുപോലെ F2 എന്ന് പറയുന്നത് എന്തായിരിക്കും, F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് V/2 ഇൻറ്റു D2 ഇൻറ്റു G ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ബോയൻറ്റ് ഫോഴ്സ് എഴുതുന്ന ഇക്വേഷൻ. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇത് ഇതിനോട് ഈക്വൽ ആയിരിക്കും, വെയിറ്റിനോട് ഈക്വൽ ആയിരിക്കും. ഇനി തന്നിരിക്കുന്ന വാല്യൂസ് നിങ്ങൾ നോക്കുക. ഫസ്റ്റത്തെ ലിക്വിഡിൻ്റെ 0.8 ആണ്, രണ്ടാമത്തെ ലിക്വിഡിൻ്റെ എന്താണ്, 13.6 ആണ്. നമുക്ക് കണ്ടെത്തേണ്ടത് ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ ആണ് നമുക്ക് വേണ്ടത്. അത് എവിടെ നിന്ന് വരും, അത് നമ്മുടെ ഈ സൊല്യൂഷനിലേക്ക് എവിടെ നിന്ന് വരാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെയിറ്റ് എഴുതാൻ നമ്മുടെ കയ്യിൽ വേറെ ഐഡിയാസ് ഒന്നുമില്ല. പകരം എന്ത് ചെയ്താൽ മതി, മാസ് ഇൻറ്റു G എന്ന് എഴുതുന്നതിന് പകരം ഈ ചാപ്റ്ററിൽ എപ്പോഴും ഞാൻ പറഞ്ഞു ടോട്ടൽ വോള്യൂം ഓഫ് ദ സ്ഫിയർ, അങ്ങനെയാണ് നമ്മൾ ആ സ്ഫിയറിൻ്റെ വെയിറ്റ് എഴുതുക. മാസിന് പകരം വോള്യൂം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതുക, ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ സ്ഫിയർ മൾട്ടിപ്ലൈഡ് ബൈ എന്തായിരിക്കും, G ആയിരിക്കും. ഇനി ഞാൻ ഈ പറഞ്ഞ ഐഡിയ, ഇതിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് ഫോഴ്സുകളാണെന്നുള്ള ഐഡിയ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും നോക്കുക. V ഇൻറ്റു റോ ഇൻറ്റു G ഈസ് ഈക്വൽ ടു രണ്ട് F1ൻ്റെ F2 V/2 D1G. ഓക്കെ, സോ V/2 D1G പ്ലസ് V/2 D2G എന്ന് വരും. അതിൽ കോമൺ ആയിട്ടുള്ള VG എല്ലാ ടേംസിലും നമുക്ക് ഡിവൈഡ് ചെയ്ത് കളയാം. സോ റോ ഈക്വൽ ടു എന്താ വരിക, D1/2 പ്ലസ് D2/2 എന്ന് വരും. ഇതാണ് നമ്മുടെ സ്ഫിയറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ 0.8ഉം 13.6ഉം അല്ലേ, റൈറ്റ്? സോ 0.8/2 പ്ലസ് 13.6/2 എന്ന് വരും. അതായത് 0.4 പ്ലസ് 6.5ഉം പിന്നെ 0.3ഉം 6.8 എന്ന് വരും. സോ ആൻസർ ഇസ് 7.2 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്നുള്ള ആൻസർ വരും. 7.2 എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, density of ice is x gram per centimeter cube and that of water is y gram per centimeter cube. What is the change in volume in cc when m gram of ice melts? ഇപ്പോൾ ഇവിടെ വെറുതെ ഐസിൻ്റെ ഒരു മെൽറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഐസ് m ഗ്രാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വോള്യൂം എന്താവുന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം മെൽറ്റിങ്ങിൻ്റെ കേസിൽ വാട്ടറിൻ്റെ പ്രത്യേകത എല്ലാവരും ഓർക്കുന്നുണ്ടാകും.
വാട്ടർ എന്ന് പറയുന്നതിൻ്റെ 4 ഡിഗ്രി സെൽഷ്യസിലാണ് എന്തുള്ളത്, മാക്സിമം ഡെൻസിറ്റി ഉള്ളതെന്ന് നമ്മളൊരു ജനറൽ നോളജ് പോലെ തന്നെ പണ്ടേ പഠിക്കുന്ന കാര്യമാണ്. ഓക്കെ, മാക്സിമം ഡെൻസിറ്റി. അപ്പോൾ സെയിം മാസുള്ളൊരു വാട്ടർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി ഏറ്റവും മാക്സിമം ആകുമ്പോൾ എപ്പോഴാണ്, ഈ പറയുന്ന 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മാസ് ബൈ വോളിയം. അപ്പോൾ ഡെൻസിറ്റി മാക്സിമം ആകുമ്പോൾ വോളിയം എപ്പോഴും കുറയുന്നത് എപ്പോഴാണ്, അല്ല മിനിമം വോളിയം വെള്ളത്തിനുണ്ടാവുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അവിടുന്ന് നമ്മൾ തണുപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും ഡെൻസിറ്റി എന്ത് ചെയ്യും, കുറയും. അവിടുന്ന് നമ്മൾ ചൂടാക്കുകയാണെന്നുണ്ടെങ്കിലും ഡെൻസിറ്റി എന്ത് ചെയ്യും, കുറയും. മനസ്സിലായോ? അപ്പം ഐസ് ഉരുകുന്ന സമയത്ത് അപ്പം എന്താണ്, 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിൻ്റെ ടെമ്പറേച്ചർ പതുക്കെ ഉയരുകയാണ്. ഓക്കെ, ഐസ് ഉരുകി വെള്ളമായിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ ഉയരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, വെള്ളമായിട്ട് മാറുന്ന സമയത്ത് അത് 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 2 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ എത്തുന്ന സമയത്ത് വോള്യം കൂടുകയാണ് ചെയ്യുക. ഐസ് ഉരുകി വെള്ളമായാൽ വോള്യം കൂടുകയാണ് ചെയ്യുക. കാരണം ഏറ്റവും മിനിമം വോള്യമാണ് ഏറ്റവും മാക്സിമം ഡെൻസിറ്റിയിലേക്ക് എത്തുന്നത് എപ്പോഴാണ്, 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അതുകൊണ്ട് തന്നെ മിനിമം വോള്യമാണ് 4 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പോൾ ഐസ് ഉരുകുന്ന സമയത്ത് അതിൻ്റെ വോള്യം കുറഞ്ഞു വരിക ചെയ്യുക. അണ്ടർസ്റ്റുഡ്? ഐസ് ഉരുകുന്ന സമയത്ത് അതിൻ്റെ വോള്യം കുറയുന്നു, ഡെൻസിറ്റി കൂടുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ് മാക്സിമം ഡെൻസിറ്റി ഉള്ളത്. അതുകൊണ്ട് ഡെൻസിറ്റി ഓഫ് ഐസ് ഇസ് എക്സ് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. അതുപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് വാട്ടർ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ വോളിയം എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഉരുകുന്ന സമയത്ത് എത്ര വോളിയം ചേഞ്ച് വരുന്നത് നോക്കിയാൽ പോരെ. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മാസ് ബൈ ഡെൻസിറ്റി ആണ്. നിങ്ങൾ നോക്കുക, ഐസ് ആയിരിക്കുന്ന സമയത്തുള്ള വോളിയം എത്രയാണ്. ഓക്കെ, സോ വോളിയം ഓഫ് ഐസ് അപ്പോൾ എത്രയായിരിക്കും, നമ്മൾ സെയിം മാസ് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് ഉരുകുന്നതിനെ പറ്റി. ഈ മെൽറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യനിൽ മാസ് ഡിവൈഡഡ് ബൈ ഐസിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ് ആണ്. അത് വെള്ളമായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് മാസ് ബൈ എന്താകും, വൈ ആകും. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് എത്രയാണെന്നുള്ള ആണ് ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ചോദ്യമാണ്. ആകെ മെൽറ്റ് ചെയ്ത് കഴിയുമ്പം വോള്യത്തിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ആൻസർ ആദ്യം ഉണ്ടായിരുന്ന വോള്യം m/x ആണ്, രണ്ടാമതുണ്ടായിരുന്ന വോള്യം m/y ആണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ വോള്യം m × 1/x - 1/y ആയിരിക്കും. ഓക്കെ, 1/x - 1/y. അതിൽ തന്നെ ഫൈനൽ മൈനസ് ഇനീഷ്യൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1/y - 1/x എന്ന് വരും. ഓക്കെ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും, 1/x - 1/y എന്ന് വരും. ഓക്കെ, യെസ്. സോ ദെയർഫോർ നമുക്കിനി വെള്ളമായി കഴിഞ്ഞതിന് ശേഷം ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചേഞ്ച് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആൻസർ വരിക, 1/y - 1/x എന്നുള്ള ആൻസർ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ. എ ടാങ്ക് വിത്ത് എ സ്ക്വയർ ബേസ് ഓഫ് ഏരിയ 2 മീറ്റർ സ്ക്വയർ is divided by a vertical partition in the middle. The bottom of the partition has a small hinged door of area 10 cm square. The tank is filled with water in one compartment and a liquid of relative density 1.8 in the other compartment. അപ്പോൾ ഒരു വലിയൊരു ടാങ്കിനെ 2 കമ്പാർട്ട്മെൻ്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. രണ്ടിലും 2 ലിക്വിഡ്സ് വെച്ചിട്ടുണ്ട്. ബോത്ത് ടു എ ഹൈറ്റ് ഓഫ് 5 മീറ്റർ. അതിൻ്റെ താഴെ ബോട്ടം പാർട്ടിൽ എന്ത് ചെയ്തിട്ടാണ്, ഈ പാർട്ടീഷൻ്റെ ഏറ്റവും താഴെയായിട്ടൊരു ഡോറ് 10 cm സ്ക്വയർ എന്ന് പറയുന്ന ചെറിയ ഏരിയ ഉള്ളൊരു ഡോർ അവിടെ വെച്ചിട്ടുണ്ട്. ദ ഫോഴ്സ് നെസസറി ടു കീപ് ദ ഡോർ ക്ലോസ്ഡ് അപ്രോക്സിമേറ്റ്ലി ഈസ് എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇതുപോലത്തെ ഒരു വലിയൊരു കണ്ടെയ്നർ, അതിൻ്റെ നടുക്ക് നമ്മളൊരു പാർട്ടീഷൻ വെച്ചു. അപ്പോൾ അത്യാവശ്യം വലിയ ഏരിയ, ഈ ഏരിയാസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ 2 മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ ബേസിലുള്ള ഒരു ടാങ്കാണ്, വലിയ ടാങ്കാണ്. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ ഏരിയ ഉള്ള, ഏറ്റവും താഴെ വളരെ ചെറിയ ഏരിയ ഉള്ള 10 cm സ്ക്വയർ മാത്രം ഏരിയ ഉള്ള വളരെ ചെറിയൊരു ഡോറാണ്. ആ ഡോറിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ഫോഴ്സ് കൊടുക്കണം എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറാണ് 2 ഭാഗത്തും. ഒരു സൈഡിൽ എന്തുണ്ട്, ഒരു ലിക്വിഡ്, മറ്റേ സൈഡിൽ വേറെ ലിക്വിഡ് ഉണ്ട്. അപ്പോൾ ഈ 2 ലിക്വിഡ്സും ബോട്ടം പാർട്ടിൽ പ്രഷർ എക്സേർട്ട് ചെയ്യും. ആ പ്രഷർ ഈ ഡോറിനെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്യും. അതിൽ ഏതെങ്കിലും ഒരു ലിക്വിഡിൻ്റെ പ്രഷർ ചിലപ്പോൾ കൂടുതലാവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മറ്റേ സൈഡിൽ നിന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അത് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ, ചോദിച്ചു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ 2 ലിക്വിഡ്സും എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിൻ്റെ ഡിഫറൻസ് ആണ്. പക്ഷെ അത് ഫോഴ്സ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്തും. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നേരെ അതിലേക്ക് ഇട്ടാൽ മതി. ഒരു ലിക്വിഡിൻ്റെ ബോട്ടം പാർട്ട് 5 മീറ്റർ താഴെയുള്ള പ്രഷറാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ P2 കുറിച്ച് നോക്കുകയാണെങ്കിൽ അത് ρ2 hg മൈനസ് ρ1 hg ഇൻറ്റു ഏരിയ എന്ന് വരും. ഇതിൽ വീണ്ടും നമുക്ക് hg ഒക്കെ കോമൺ ടേംസ് ആണ്, പുറത്തെടുക്കാം. സോ ρ2 മൈനസ് ρ1 ഇൻറ്റു hg ഇൻറ്റു ഏരിയ എന്ന് വരും. ഇതിലേക്ക് നമ്മുടെ വാല്യൂസ് ഇട്ട് കൊടുത്താൽ ആൻസറായി. എന്താണ് ഡെൻസിറ്റീസ് തന്നിട്ടില്ല, പകരം ഏതൊക്കെയാണ് ലിക്വിഡ്സ് നോക്കിക്കഴിഞ്ഞാൽ 1 കമ്പാർട്ട്മെൻറ്റിൽ വാട്ടർ ആണ്,
രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ ഒരു ലിക്വിഡാണ്, അതിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി 1.8. ഓക്കെ, എന്ന് വെച്ചാൽ ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.8 ടൈംസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. അതിനാണല്ലോ നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ലിക്വിഡിനെ സംബന്ധിച്ചിടത്തോളം എത്രയാണ്? 1.8 ഇൻറ്റു 10⁻³ ആണ് അതിൻ്റെ ഡെൻസിറ്റി വരിക. ആദ്യത്തെ ആളുടേത് നമ്മുടെ വെള്ളമാണ്, ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ വെള്ളമായതുകൊണ്ട് അതിൻ്റെ ഡെൻസിറ്റി 10⁻³ ആണ്. ഓക്കെ, വെള്ളത്തിൻ്റെ ഡെൻസിറ്റി 10⁻³ ആണെന്നുള്ളത് നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. മൾട്ടിപ്ലൈഡ് ബൈ 5 മീറ്റർ ആണ് ഈ കോളത്തിൻ്റെ ഹൈറ്റ്. ജി എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് 10 ആക്കി എടുക്കാം. ഇനി 9.8 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. യെസ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 9.8 ആക്കിയിട്ട് തന്നെ എടുക്കാം. ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട് 9.8 ആക്കി എടുക്കാൻ. 9.8 ഇൻറ്റു ഏരിയ. അപ്പം ഏരിയ ഈ പറയുന്ന പ്രഷർ ആക്ട് ചെയ്യുന്നത് എവിടെ? ഏറ്റവും താഴെ ആ ഡോറിൻ്റെ മേലെ ആക്ട് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ആ ഡോറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 cm² ആണ്. വിച്ച് മീൻസ് 10 ഇൻറ്റു 10⁻², സോറി -4 എന്ന് വരും അല്ലേ? അപ്പോൾ 10⁻³ എന്ന് വരും. ഓക്കെ, ഏരിയ 10 cm² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഇൻറ്റു 10⁻⁻4, അതിനെ മീറ്റർ² ആക്കി കൺവേർട്ട് ചെയ്യുമ്പം അതെന്താകും? 10⁻³ എന്നാകും. ഇതിലെ 10⁻³ കൂടെ കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ, സോറി, ഇതിലെ 10⁻³ കൂടെ കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താ? 1.8 - 1 ഇൻറ്റു 10⁻³ ഇൻറ്റു 5 ഇൻറ്റു 9.8 ഇൻറ്റു 10⁻⁻3. അതിൽ 10⁻³ 10⁻⁻3 ഡിവൈഡ് ചെയ്ത് പോകും, 1 ആയി പോകും. ബാക്കി ഉണ്ടാകുന്നത് 0.8 ആണ്. സോ 0.8 ഇൻറ്റു 5 ഇൻറ്റു 9.8 എന്നുള്ള ആൻസർ വരും. ഇത് 5 ഇൻറ്റു 0.8 എന്ന് പറയുന്നത് 4 ആണ്. 4 ഇൻറ്റു 9.8 എന്ന് പറയുമ്പോൾ 30 സംതിങ് വരും. ആ ആൻസറിലേക്കായിരിക്കും നമ്മൾ എത്താൻ പോകുന്നത്. 39.2 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഇത്രയും ഫോഴ്സ് നമ്മൾ കൊടുക്കണം. 39.2 ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സ് കൊടുത്താലാണ് ആ ഡോറിനെ നമുക്ക് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഡോറ് അവിടുന്ന് പൊളിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An inflated balloon with a heavy rock tied to it submerges in water. As the balloon sinks deeper and deeper, the buoyant force acting on it. ഒരു ബലൂണിൻ്റെ മേലെ കല്ല് കെട്ടിയിട്ട് നമ്മൾ താഴേക്ക് വിടുകയാണ്. അത് ഓൾറെഡി സബ്മേർജ് ചെയ്തു വെള്ളത്തിൽ, ഓൾറെഡി അത് വെള്ളത്തിൻ്റെ അകത്ത് എത്തി. പക്ഷേ അത് താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. വാട്ട് അബൌട്ട് ദ ബോയൻസി ഫോഴ്സ്? അപ്പോൾ എന്തായിരുന്നു ബോയൻസി ഫോഴ്സ്? ബോയൻസി ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. ഒരു ഒബ്ജക്റ്റ് കംപ്ലീറ്റ്ലി സിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ തിയറി ഞാൻ ഫുള്ളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ബോയൻസി ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. അതിന് ശരിക്കും നമ്മൾ എങ്ങനെ എഴുതുകയെന്നറിയാം? ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻറ്റു വോള്യൂം ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ഇൻറ്റു ജി എന്നാണ് എഴുതുക. വോള്യൂം ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ഇൻറ്റു ജി. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ വോള്യൂം ഫുള്ളി ഇമേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ലിക്വിഡിൻ്റെ ഡിസ്പ്ലേസ്ഡ് വോള്യൂം എന്തായിരിക്കും? ആ ഒബ്ജക്റ്റിൻ്റെ ഫുൾ വോള്യൂം തന്നെയാകും. അതിൽ നിന്നാണ് ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതെന്താണ്? വോള്യൂം ഓഫ് ദി ഒബ്ജക്റ്റ് ഇമേഴ്സ്ഡ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻറ്റു ജി എന്ന് പറയുന്നതിലേക്ക് എത്തുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ബലൂണിൻ്റെ കേസിൽ ബോയൻസി ഫോഴ്സിൻ്റെ ചേഞ്ച് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ സെയിം ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ അതിലെന്താണ് ശരിക്കും? ആ ബലൂണിൻ്റെ വോള്യൂം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻറ്റു ജി ആണ് ശരിക്കും ബോയൻസി ഫോഴ്സ്. അപ്പോൾ ഇവിടെ താഴേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് മാറ്റമാണുള്ളത്? ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡിൽ മാറ്റം വരുന്നുണ്ടോ? ഇല്ല. ജിയിൽ മാറ്റം വരുന്നുണ്ടോ? കാര്യമായിട്ട് മാറ്റമൊന്നും വരുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ജി ചിലപ്പോൾ ഒരുപാട് ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ ജി കുറയാൻ സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല ബലൂൺ ആയതുകൊണ്ട് തന്നെ വോള്യം നിങ്ങൾ നോക്കുക. വോള്യം നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് ഡീപ്പറിലേക്ക് പോകുമ്പം ഹൈ പ്രഷർ ആക്ട് ചെയ്യും. അപ്പോൾ ഈ ബലൂണിൻ്റെ വോള്യവും കംപ്രസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, സർഫസിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന പോലെ നമുക്ക് കോൺസ്റ്റൻറ്റ് പ്രഷർ ആയിരിക്കില്ല. ഒരുപാട് ഡീപ്പറായി ഇറങ്ങിക്കഴിഞ്ഞാൽ ബലൂണിൻ്റെ സൈസ് കുറയും, ബലൂൺ ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും, കംപ്രസ് ചെയ്യാൻ തുടങ്ങും ബിക്കോസ് ഓഫ് ഹൈ വാട്ടർ പ്രഷർ. അതുകൊണ്ട് തന്നെ ബോയൻസി ഫോഴ്സിന് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയാലും നമുക്ക് ബലൂണിൻ്റെ വോള്യം കുറയും. അപ്പോൾ ഒബ്ജക്റ്റ് ഇമേഴ്സ്ഡിൻ്റെ വോള്യം കുറയാണ്, ജി കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഒരുപാട് താഴേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. ആ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിക്രീസസ് എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ബോയൻസി ഫോഴ്സ് മറക്കേണ്ട വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. സോ റോ ഓഫ് ദ ഫ്ലൂയിഡ് ഇൻറ്റു വോള്യൂം ഓഫ് ഡിസ്പ്ലേസ്ഡ്, വോള്യൂം ഡിസ്പ്ലേസ്ഡ് ഇൻറ്റു ജി. ആ വോള്യൂം ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്നത് ആ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡിൻ്റെ വോള്യൂം ആണ് ശരിക്കും നമ്മളിവിടെ കൊടുക്കേണ്ടത്. പക്ഷേ നമ്മളൊരു ഒബ്ജക്റ്റ് ഇമേഴ്സ് ചെയ്യുമ്പം ആ ലിക്വിഡ് ഡിസ്പ്ലേസ് ചെയ്ത വോള്യവും ഒബ്ജക്റ്റിൻ്റെ വോള്യൂം തന്നെയാണല്ലോ അല്ലേ? ഒബ്ജക്റ്റിൻ്റെ വോള്യൂം 1 m³ ആണെന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം തന്നെയല്ലേ പുറത്തേക്ക് പോകുന്നത്. അതിനാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടുള്ളത്. റൈറ്റ്, അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഡിക്രീസസ് എന്നുള്ളതായിരിക്കും ആൻസർ. അടുത്ത ചോദ്യം. എ ബോഡി ഫ്ലോട്ട്സ് ഇൻ എ ലിക്വിഡ് കണ്ടെയ്ൻഡ് ഇൻ എ ബീക്കർ. The whole system as shown falls freely under gravity. The upthrust on the body due to the liquid is 0 equal to the weight of the body in air equal to the weight of the immersed position of the body.
അപ്പോൾ ഒരു ബീക്കറിൽ വെറുതെ ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഫ്ലോട്ടിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? ബോഡി ഫ്ലോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അതിൻ്റെ വെയിറ്റ് ആയിട്ടുള്ള mg ആര് ബാലൻസ് ചെയ്തു? ബോയൻസി ഫോഴ്സ് ബാലൻസ് ചെയ്തുകൊണ്ടാണ് ഫ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ ഈ ഫ്ലോട്ട് ചെയ്യുന്ന സിസ്റ്റം മുഴുവനായിട്ട് അങ്ങ് ഫ്രീലി ഫോളിങ് താഴേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലിഫ്റ്റൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ലിഫ്റ്റിൽ നമ്മൾ വെറുതെ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? ലിഫ്റ്റിൽ നിന്നൊരു റിയാക്ഷൻ നമ്മൾ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ലിഫ്റ്റിൻ്റെ കയർ പൊട്ടിയിട്ട് നമ്മളും ലിഫ്റ്റും എല്ലാം ഫ്രീ ഫോളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിഫ്റ്റിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എവിടെയും നിൽക്കുകയാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവില്ല. സിമിലർലി വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുമ്പം വെള്ളത്തിൽ നിന്ന് ബോയൻസി ഫോഴ്സ് ഒക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഈ വെള്ളവും ബീക്കറും സ്റ്റോണും എല്ലാം താഴേക്ക് ഫ്രീ ഫോളിലാണെങ്കിൽ പ്രത്യേകിച്ച് ആരും തമ്മിൽ എന്തില്ല, ഒരു കോൺടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അപ്ത്രസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഒന്നും ഫീൽ ചെയ്യില്ല. എല്ലാവർക്കും ആകെ എന്ത് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ? ഗ്രാവിറ്റി മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. അപ്ത്രസ്റ്റ് എന്ന് പറയുന്ന സംഭവം അവിടെ ഉണ്ടാവില്ല. 0 ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Two solids A and B float in water. It is observed that A floats with half its volume immersed and B floats with 2/3 of its volume immersed. Compare the densities of A and B. Straight forward ആയിട്ടുള്ള ചോദ്യമാണ്. എന്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്? ഫ്ലോട്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഫ്ലോട്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ two solids A and B float in water. It is observed that A floats with half its volume immersed. അപ്പോൾ രണ്ടുപേർക്കും എക്സ്പീരിയൻസ് ചെയ്യുന്ന ബോയൻസി ഫോഴ്സിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഈ പറയുന്ന ഫ്ലോട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസിലൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഫ്ലോട്ടിങ്ങിൻ്റെ ചോദ്യത്തിൽ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത് ആ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ബോയൻസി ഫോഴ്സിനോട് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്. അത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് സോളിഡ് എന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ എങ്ങനെ ഈ പറയുന്ന ഒരു ഇക്വേഷനിലേക്കൊക്കെ എത്താമെന്ന് നമുക്ക് നോക്കാം. എനിവേ, എ എന്ന് പറയുന്ന ബോഡിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് MA × G ഈക്വൽ ടു എന്താണ്? ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ബോയൻസി ഫോഴ്സ് അതിനെ ബാലൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എയുടെ കേസിൽ ഹാഫ് ഇറ്റ്സ് വോളിയം ആണ് ഇമ്മേഴ്സ്ഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? VA/2 × ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. രണ്ടുപേരും ഒരേ ലിക്വിഡിലാണ് ഇമ്മേഴ്സ് ചെയ്യുന്നത്, ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്. സോ × G എന്ന് എഴുതാം. ഓക്കെ, ഇനി MA × G എന്ന് എഴുതിയിട്ട് കാര്യമില്ല. ഈ ചാപ്റ്ററിൽ നമ്മൾ വെയിറ്റിനെ മുഴുവൻ V × D, ഡെൻസിറ്റി × വോളിയത്തിൻ്റെ ടേംസിലേക്ക് മാറ്റണം. സോ ഫുൾ വോളിയം ഓഫ് ദി ഒബ്ജക്റ്റ് VA × ഡെൻസിറ്റി ഓഫ് A × G ഈക്വൽ ടു എന്താണ്? VA/2 × DL × G എന്ന് വരും. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്, നമ്മുടെ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ഫ്ലോട്ടിങ്ങിൻ്റെ ഇക്വേഷൻ ആണ് ഈ കാണുന്നത്. സിമിലർലി ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ഫ്ലോട്ടിങ്ങിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ഇതാ ഇതിലെ എ മുഴുവൻ ബി ആക്കി മാറ്റിയാൽ മതി. പിന്നെ എന്ത് ശ്രദ്ധിക്കണം? എത്രത്തോളം ഫ്ലോട്ട് ചെയ്യുന്നുണ്ടെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ബിയുടെ ഫുൾ വെയിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വോളിയം ഓഫ് ബി, വോളിയം ഓഫ് എക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം? വോളിയം ഓഫ് ബി എടുക്കണം. ഓക്കെ, വോളിയം ഓഫ് ബി എന്ന് എഴുതണം. സോ വോളിയം ഓഫ് ബി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ബി ഇൻറ്റു ജി. ഇതാണ് ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ഫുൾ വെയിറ്റ്. അത് mg ആണത്. ഓക്കെ, എമ്മിന് പകരം V × D എന്ന് എഴുതിയത് മാത്രം. ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടതാ, റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ VA/2 എഴുതാനുള്ള കാരണം എന്താ? ഹാഫ് ആണ് ഇമ്മേഴ്സ് ചെയ്തത്. അതുപോലെ ബിയുടെ എത്രയാണ് ഇമ്മേഴ്സ് ചെയ്തത് നോക്കിയാൽ മതി. ബി ഫ്ലോട്ട്സ് വിത്ത് 2/3 ഓഫ് ഇറ്റ്സ് വോളിയം ഇമ്മേഴ്സ്ഡ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2VB/3. 2VB/3 ആണ് അവിടുത്തെ ഇമ്മേഴ്സ്ഡ് വോളിയം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം ഓഫ് വാട്ടർ ആണ് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. മൾട്ടിപ്ലൈഡ് ബൈ DB അല്ല, ബോയൻസി ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ അവിടെ DL ആണ്, ലെങ്ത് ഓഫ് ലിക്വിഡ് ആണ്, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് × G ആണ് വേണ്ടത്. ഇത് നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത്? എന്താ? റേഷ്യോ ഓഫ് ഡെൻസിറ്റീസ് ഓഫ് A and B ആണ്. അപ്പോൾ അത് ഈസിയാണ്, കാരണം ഇത് രണ്ടും നിങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും VA ഒക്കെ ക്യാൻസലായി പോകും, G ക്യാൻസലായി പോകും. നമുക്ക് എന്താ കിട്ടുക? ഡെൻസിറ്റി ഓഫ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഡെൻസിറ്റി ഓഫ് L/2 ആണ്. അതുപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2DL/3 ആണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എത്രയാണോ ഇമ്മേഴ്സ്ഡ് ആയിട്ടുള്ളത് അതിൻ്റെ റേഷ്യോയിൽ തന്നെയാണ് ഈ ആൻസർ വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഫൈനൽ ഇക്വേഷനിലേക്ക് എത്തിയിട്ടുള്ളത്. സോ ഡെൻസിറ്റി ഓഫ് A ബൈ ഡെൻസിറ്റി ഓഫ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് രണ്ടിൻ്റെ ഡിവിഷനാണ് അല്ലേ? DL/2 ഡിവൈഡഡ് ബൈ 2DL/3 എന്ന് വരും. സോ ആൻസർ അപ്പോൾ എത്രയാണ്? അല്ല, DA/DB ആണ്. ഏതാ നമുക്ക് വേണ്ടത്? കമ്പയർ ദ ഡെൻസിറ്റീസ് ഓഫ് A ആൻഡ് B ആണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് A എന്ന് പറയുന്നത് DL/2 ആണ്. അതുപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് ദി B എന്ന് പറയുന്നത് എത്രയാണ്? 2V/3 ആണ് അല്ലേ? ഇവിടെ ഞാൻ അറിയാതെ 2 എന്ന് എഴുതി, അത് നമുക്ക് എന്താക്കാം? 3 എന്നാക്കാം. ഓക്കെ, 3 എന്നാക്കാം. സോ ഡെൻസിറ്റി ഓഫ് A എന്ന് പറയുന്നത് DL/2 ആണ്. അതുപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് B എന്ന് പറയുന്നത് എന്താണ്? 2/3 ഓഫ് DL ആണ്. അത് രണ്ടും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ എത്തും? 3/4 എന്നെത്തും. അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3/4 എന്നെത്തും.
ഓക്കെ, സോ ആൻസർ ഇസ് 3:4. ഓപ്ഷൻ സി ആണ് നിങ്ങൾ ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എ ബ്ലോക്ക് ഓഫ് വുഡ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ വിത്ത് 3/8 ഓഫ് ദ വോള്യം എബവ് ദി വാട്ടർ ലെവൽ. It is now made to float on a salt solution of relative density 1.12. The fraction of its volume that remains above the salt solution now is nearly. ഇതും പ്രീവിയസ്ലി ചെയ്ത പോലെ തന്നെയാണ്. നമ്മൾ ഫ്ലോട്ടിങ്ങിൻ്റെ ചോദ്യമാണ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കേണ്ടത്. വെള്ളത്തിൽ എത്ര ഇമ്മേഴ്സ്ഡ് ആയിട്ടുള്ള പോർഷനാണ് നോക്കേണ്ടത്. ഇവിടെ 3/8 ഓഫ് ദ വോള്യൂം ഈസ് എബവ് വാട്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം വെള്ളത്തിലുള്ള എന്ത് എഴുതുക? ഇതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൻ്റെ ഡെഫിനിഷൻ. നോക്കുകയാണെങ്കിൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് എനി ഒബ്ജക്ട് wholly or partially submerged in a fluid experiences an upward force equal to the weight of the fluid displaced by the object എന്നുള്ളതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതാ വാട്ടറിലെ എങ്ങനെയാണ് നമ്മൾ വാട്ടറിൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക? അപ്പോൾ രണ്ട് ഭാഗത്തെയും കോമൺ ആയിട്ട് എന്താ സംഭവിക്കാന്ന് അറിയാം? വെയിറ്റ് ഓഫ് ദി വുഡ് സെയിം ആണ്. ആ വുഡിൻ്റെ വെയിറ്റിനെയാണ് വെള്ളത്തിലും സോൾട്ടിലും ഒക്കെ നമ്മുടെ ബോയിൻസി ഫോഴ്സ് ബാലൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? വെയിറ്റ് ഓഫ് ദി സോളിഡ് അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ദ സോളിഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് എന്തിനോട് ഈക്വൽ ആണ്? വെള്ളത്തിലെ ബോയിൻസി ഫോഴ്സ് എങ്ങനെയാണ് കിട്ടുന്നത്? വെള്ളത്തിലെ ബോയിൻസി ഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പം 3/8 മുകളിലാണ്. അപ്പോൾ എത്ര ഇമ്മേഴ്സ് ചെയ്തു എന്നുള്ളതാണ് ഇക്വേഷനിലേക്ക് വരേണ്ടത്. 5/8 എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇമ്മേഴ്സ് ചെയ്തിട്ടുണ്ടാകും. ആ മൊത്തം വോള്യത്തിൻ്റെ 5V/8 എന്ന് പറയുന്ന പോർഷൻ ഇമ്മേഴ്സ് ചെയ്തിട്ടുണ്ട് വെള്ളത്തിൽ ഇറക്കി വെച്ചപ്പം. ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു ജി ആണ്. ഇനി സോൾട്ട് സൊല്യൂഷനിലേക്ക് വരുന്ന സമയത്തോ? സോൾട്ട് സൊല്യൂഷനിലേക്ക് വരുന്ന സമയത്തും ഇതേ വെയിറ്റ് തന്നെ എങ്ങനെ ബാലൻസ് ചെയ്തു? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫ്രാക്ഷൻ ഓഫ് ഇറ്റ്സ് വോള്യൂം ദാറ്റ് റിമെയിൻസ് എബവ് ദ സോൾട്ട് സൊല്യൂഷൻ. അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ, എബവ് ദ സോൾട്ട് സൊല്യൂഷൻ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. സോൾട്ട് സൊല്യൂഷനിൽ സെയിം വുഡൻ പീസ് ഇമ്മേഴ്സ് ചെയ്യുമ്പം എത്ര പീസാണ് അതിൻ്റെ താഴെയുള്ളത് നോക്കാം. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ എത്ര പീസാണോ താഴെയുള്ളത് എന്നുള്ളതിന് ഞാൻ എന്താക്കി എടുക്കുകയാണ്? എക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ. സോ എക്സ് ഇൻറ്റു വി, എക്സ് ഫ്രാക്ഷൻ വിയുടെ 5/8 പോലത്തെ ഒരു ഫ്രാക്ഷൻ, ആ ഫ്രാക്ഷൻ ഇമ്മേഴ്സ്ഡ് ആണെന്ന് വിചാരിക്കാം. ഇമ്മേഴ്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് സോൾട്ട് വാട്ടർ വേണം. ഡെൻസിറ്റി ഓഫ് സോൾട്ട് വാട്ടർ അതിനാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി 1.12 ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡെൻസിറ്റി ഓഫ് ലിക്വിഡിനെ എങ്ങനെ എഴുതാം? 1.12 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് എഴുതാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വിളിക്കുക. മനസ്സിലായോ? ഇൻറ്റു ജി. അപ്പോൾ ഇവിടെ LHSൽ രണ്ടും വെയിറ്റ് ആണ്. നമുക്കത് രണ്ടും ഈ രണ്ട് ഇക്വേഷൻസ്, അപ്പോൾ RHS രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. RHS രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക 5V/8 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു ജി ഇസ് ഈക്വൽ ടു ഒരുപാട് ടേംസ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. XV ഇൻറ്റു 1.12 മൾട്ടിപ്ലൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു ജി. ഇതിലെ കോമൺ ടേംസ് ഒക്കെ എന്താവുന്നു? നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ഇതിലെ കോമൺ ടേംസ് ആയിട്ടുള്ളതാ, ഇതൊക്കെ കോമൺ ടേംസ് ആണ്. ക്യാൻസൽ ചെയ്യുന്നു, ഇതൊക്കെ ക്യാൻസൽ ചെയ്യുന്നു. എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരാൻ പോകുന്നത് 5/8 ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1.12 ആണ്. അപ്പോൾ നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. എക്സ് എന്ന് പറയുന്നത് എന്താ? എത്ര ഫ്രാക്ഷൻ ഇമ്മേഴ്സ്ഡ് ആണെന്നുള്ളതാണ്. പക്ഷേ ക്വസ്റ്റ്യൻ അതല്ല, എത്ര ആണ് ആ വുഡിൻ്റെ പുറത്ത് എത്ര ഉണ്ടാവുന്നതാണ് ചോദ്യം. ഇമ്മേഴ്സ്ഡ് അല്ല, എബവ് ദി വാട്ടർ ലെവൽ എത്ര ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടാൻ എളുപ്പമാണ്. എക്സിൻ്റെ വാല്യൂ ഇതാ 5/8 ഇൻറ്റു 1/1.12. ഈ 1.12 ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു, അത് ഡിനോമിനേറ്ററിലേക്ക് എത്തും. ഓക്കെ, ഇതിനി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ആ 1.12 എന്താക്കി മാറ്റാം? ഫ്രാക്ഷൻ ആക്കി മാറ്റാം. സോ ദാറ്റ് മീൻസ് 5/8 ഇൻറ്റു 1/1.12 എന്ന് പറഞ്ഞാൽ 112/100 ആണ് അല്ലേ? എന്ന് വെച്ചാൽ ഇതിനെ മാറ്റി എഴുതുമ്പോൾ 100/112 എന്ന് എഴുതാം. അതിൽ നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇവിടെ 2 വരും, ഇവിടെ എന്ത് വരും? 25 വരും. സോ ദാറ്റ് ഈസ് 50 ഡിവൈഡഡ് ബൈ എത്രയാണ്? 224 ആണെന്ന് വരും. പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇമ്മേഴ്സ് ചെയ്ത ഫ്രാക്ഷൻ. നമുക്ക് വേണ്ടത് നമ്മുടെ ആൻസർ അപ്പം എന്താ? 1 - x ആണ് നമുക്ക് വേണ്ടത്. എത്രത്തോളം എബവ് ദ വാട്ടർ ലെവൽ, എബവ് ദ വാട്ടർ ലെവൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഓക്കെ, എബവ് ദ വാട്ടർ ലെവൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. സോ ദാറ്റ് മീൻസ് 1 - 50 ഡിവൈഡഡ് ബൈ 224 ആണ്. ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്തിലേക്ക് എത്താം? ആൻസറിലേക്ക് എത്താം. റൈറ്റ്. സോ 5 × 25 50 അല്ല, സോറി, അവിടെ എത്രയാണ് വരേണ്ടത്? അവിടെ വരേണ്ടിയിരുന്നത് ന്യൂമറേറ്ററിൽ 5 × 25 എന്നുള്ളിടത്ത് വരേണ്ടത് എന്താണ്? 125 ആണ് കേട്ടോ, 125 ആണ്. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ന്യൂമറേറ്ററിലെ 50ക്ക് പകരം എന്ത് ചെയ്യണം? 125 എന്ന് കൊടുക്കണം. ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 224 - 125 എന്ന് പറയുന്നത് എത്രയാണ്? 99/2
224 എന്ന് വരും. ഇത് അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ ഫ്രാക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 0.4 ഒക്കെ മുകളിലായിട്ട് ഉള്ള ആൻസറിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുക. 0.4 തൊട്ട് മുകളിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി ആണ്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. അപ്പോൾ രണ്ട് ലിക്വിഡിലെയും ഞാൻ എന്ത് കമ്പയർ ചെയ്തു? രണ്ട് ലിക്വിഡ്സിലെയും ബോയിൻസി ഫോഴ്സുകൾ കമ്പയർ ചെയ്തിട്ട് എത്ര ഫ്രാക്ഷൻ ആ സോൾട്ട് വാട്ടറിൽ മുകളിൽ നിൽക്കുന്നു എന്നുള്ളത് കണ്ടെത്തി. 0.44 ഓഫ് ദി ടോട്ടൽ വോളിയം എബവ് സോൾട്ട് വാട്ടർ ആയിരിക്കും, ബാക്കി ഇമ്മേഴ്സ്ഡ് ആയിരിക്കും എന്നുള്ള ആൻസറിലേക്ക് എത്തി. നെക്സ്റ്റ് വൺ, എ ബീക്കർ ഇസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓർക്കുന്നുണ്ടല്ലോ, 4 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഡെൻസിറ്റിയും അതുപോലെ മിനിമം വോള്യവും വരുന്നതാണ്. കൺസിഡർ ദി following statements. Water will overflow if the beaker is cooled for some time. Water will overflow if the beaker is heated for some time. അപ്പോൾ ഈ പൊസിഷനിൽ ഏറ്റവും മിനിമം വോള്യമാണ്. അവിടുന്ന് ചൂടാക്കിയാലും വോള്യം കൂടും, അവിടുന്ന് തണുപ്പിച്ചാലും വോള്യം കൂടും. അതുകൊണ്ടാണ് നമ്മൾ ഒരു ബോട്ടിൽ, എസ്പെഷ്യലി ലെറ്റ്സ് ഒരു ഗ്ലാസ് ബോട്ടിലൊക്കെ ഫുൾ വാട്ടർ ഫില്ല് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ആ ബോട്ടിൽ തന്നെ പൊട്ടിപ്പോകും. കാരണം എന്താ, ഇത് തണുക്കുന്ന സമയത്ത് വോള്യം കൂടുകയാണ്, എക്സ്പാൻഡ് ചെയ്യാണ്. മിനിമം വോള്യവും മാക്സിമം ഡെൻസിറ്റിയാണ് 4 ഡിഗ്രി സെൽഷ്യസിൽ ഉണ്ടാവുക. അപ്പോൾ ഈ പറയുന്ന രണ്ടും സംഭവിക്കും. സോ 1 and 2 ആർ കറക്റ്റ് എന്നുള്ള തേർഡ് ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചൂസ് ചെയ്യേണ്ടി വരും. സോ മാക്സിമം ഡെൻസിറ്റിയാണ്. വെൻ കൂൾഡ് ബിലോ 4 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ എക്സ്പാൻഡ്സ്. വെൻ ഹീറ്റഡ് എബവ് 4 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ സ്റ്റിൽ എക്സ്പാൻഡ്സ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അതിൻ്റെ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്നൊക്കെയാണ് നമ്മൾ യൂഷ്വലി പറയാറുള്ളത്. ഓക്കെ, so answer is option C. Next one, a gallon of water and a gallon of antifreeze. ഗാലൺ എന്ന് വായിക്കുമ്പോൾ അത് നമ്മുടെ ഒരു വോള്യത്തിൻ്റെ ഒരു യൂണിറ്റ് ആണ്. നമ്മുടെ നാട്ടിൽ അത് യൂസ് ചെയ്യാറില്ല, പക്ഷേ സ്റ്റിൽ ഒരു യൂണിറ്റ് ആണ്. A gallon of water and a gallon of antifreeze solutions weigh respectively 8.4 and 9.2 lb. അപ്പോൾ ഈ യൂണിറ്റുകളൊക്കെ ആക്ച്വലി എന്താണ്? മാസിൻ്റെ യൂണിറ്റ് ആണിത്, മറ്റത് വോള്യത്തിൻ്റെ യൂണിറ്റ് ആണ്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് യൂണിറ്റ് മാറിയെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. ദി ആൻറ്റിഫ്രീസ് സൊല്യൂഷൻ ഹാസ് എ റിലേറ്റീവ് ഡെൻസിറ്റിയാണ് കണ്ടെത്തേണ്ടത്. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഡെൻസിറ്റി ഓഫ് എനി ലിക്വിഡ് ഓർ എനി സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ഡെൻസിറ്റിയുമായിട്ടുള്ള കമ്പാരിസൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫ്രാക്ഷനെയാണ്, അല്ലെങ്കിൽ ആ നമ്പറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വിളിക്കുക. ഇവിടെ സെയിം വോള്യം ഓഫ് വാട്ടർ എന്ന് മനസ്സിലാക്കിയാൽ മതി. എ ഗാലൺ ഓഫ് വാട്ടർ, എ ഗാലൺ ഓഫ് ആൻറ്റിഫ്രീസ് എന്ന് പറയുന്നത് വേറെ ഏതോ ലിക്വിഡ്. രണ്ടിൻ്റെയും സെയിം വോള്യം എടുത്തപ്പോൾ അവരുടെ മാസസ് ആണ് ഈ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡെൻസിറ്റീസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡെൻസിറ്റീനെ മാസിൻ്റെ ടേംസിൽ എഴുതുക. മാസ് ബൈ വോള്യം ആണ്. സോ മാസ് ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്. ഓക്കെ, സോ മാസ് ബൈ വോള്യം ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി വാട്ടർ ബൈ വോള്യം. സെയിം വോള്യമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ആൻസർ കിട്ടാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ എന്ത് ചെയ്താൽ മതി? ഇവിടെ റിലേറ്റീവ് ഡെൻസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആകെ ഇവിടെ മാസ് ഓഫ് ലിക്വിഡ് ബൈ മാസ് ഓഫ് വാട്ടർ ഡയറക്റ്റായിട്ട് കമ്പയർ ചെയ്താൽ മതി. അണ്ടർസ്റ്റുഡ്? ഇതാണ് റിലേറ്റീവ് ഡെൻസിറ്റിയുടെ കോൺസെപ്റ്റ്. മാസ് ഓഫ് എനി വോള്യം ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് എൻ ഈക്വൽ വോള്യം ഓഫ് വാട്ടർ. ആ റേഷ്യോനാണ് നമ്മൾ എന്ത് വിളിക്കുക? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വിളിക്കാം. അപ്പോൾ ഞാൻ ഈ ചെയ്തത് പ്രകാരം നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ മാസ് ഓഫ് ലിക്വിഡ് ബൈ മാസ് ഓഫ് വാട്ടർ ചെയ്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എത്രയാണ്? സോറി, മാസ് ഓഫ് ദ ലിക്വിഡ് എത്രയാണ്? 9.2 ആണ് മാസ് ഓഫ് ദ ലിക്വിഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 9.2 ആണ് ലിക്വിഡിൻ്റെ മാസ്. അതേ വോള്യം എടുത്തപ്പം, സെയിം വോള്യം വെള്ളം എടുത്തപ്പോൾ 8.4 മാത്രമേ ഉള്ളൂ. 8.4. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? ഒരു 1.1 ഉണ്ടാവും ഏകദേശം, അല്ലേ? ഏകദേശം ഒരു 1.1ൻ്റെ അടുത്ത് വരും. ആൻസർ ഇസ് 1.1. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത്, എ ബോൾ ഹൂസ് ഡെൻസിറ്റി ഇസ് 0.4 into 10⁻³ kilogram per meter cube falls into water from a height of 9 centimeters. To what depth does the ball sink? Hint, only consider buoyancy and ignore retardation due to viscosity. ഇവിടെ ഒരു 9 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ചെറിയൊരു ഹൈറ്റിൽ നിന്ന് നമ്മൾ ബോളിനെ ഡ്രോപ്പ് ചെയ്യണം. ആ ബോൾ വെള്ളത്തിൽ കുറച്ച് താഴേക്ക് പോകും. എത്ര ദൂരം താഴേക്ക് പോകുന്നതാണ് ചോദ്യം. ഇത് നമ്മളെ സാധാരണ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈനിലോ അല്ലാന്നുണ്ടെങ്കിൽ ലോസ് ഓഫ് മോഷനിലോ അല്ലെങ്കിൽ വർക്ക് എനർജി പവറിലൊക്കെ വരുന്ന പോലത്തെ ഒരു ചോദ്യമാണ്. അതായത് നമ്മൾ ഇത്രയും ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ആ വെള്ളത്തിൻ്റെ സർഫസിലേക്ക് എത്തുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റിന് ഒരു കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. ആ കൈനറ്റിക് എനർജി പിന്നെ എന്താവുകയാണ്? ബോയൻസി ഫോഴ്സിൻ്റെ എഫക്റ്റ് കാരണം സ്പീഡ് കുറഞ്ഞ് ഒന്ന് 0-ലെത്തുകയാണ്. ആ സ്പീഡ് 0 ആവുകയാണ്. അപ്പോൾ എത്ര ഡെപ്ത് വരെ താഴെ പോകുന്നതാണ് ചോദ്യം. സോ നമുക്ക് ഇതിൻ്റെ ഒരു ഡയഗ്രാം വരച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു 9 സെൻറ്റിമീറ്ററിൽ നിന്നാണ് നമ്മുടെ ഒബ്ജക്റ്റിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത്. അത് താഴേക്ക് ലെറ്റ്സ് സേ ഒരു X സെൻറ്റിമീറ്ററും കൂടെ ട്രാവൽ ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ ഫൈനൽ വെലോസിറ്റി 0 ആകും. മനസ്സിലായി? അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്താകും? 0 ആയിട്ട് മാറും. ഇതാണ് ബേസിക്കലി ചോദ്യം. ആ എക്സിൻ്റെ എത്ര സെൻറ്റിമീറ്റർ താഴേക്ക് പോകുന്നതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താകും? ആ ബോയൻസിക്കെതിരെയുള്ള വർക്ക് കാരണം, അത് വർക്ക് ഡൺ ബൈ ദ ബോയൻസി കാരണം അത് പോകും.
അപ്പോൾ നെറ്റ് ഫോഴ്സ് ഈ ഒബ്ജക്റ്റിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഇത് വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇത് വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് mg ഉണ്ട്, അതുപോലെ തന്നെ മുകളിലേക്ക് എന്തുണ്ട്, ബോയൻസി ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ബോയൻസി ഫോഴ്സ് എഫക്ട് ചെയ്ത് എന്ത് ചെയ്യും, ഫൈനലി ഇത് സീറോയിലേക്ക് എത്തും. ഓക്കെ, അങ്ങനെ ആ നെറ്റ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് നമ്മുടെ ഒബ്ജക്റ്റിന് ഈ പോയിന്റ് എത്തുന്ന സമയത്ത് ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി മുഴുവൻ എന്തായിട്ട് മാറി, ഈ നെറ്റ് ഫോഴ്സ് ചെയ്ത വർക്കായിട്ട് അത് മാറിയിട്ടുണ്ട്. അണ്ടർസ്റ്റുഡ്? നെറ്റ് ഫോഴ്സ് ചെയ്ത വർക്കായിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് ഇതിൽ തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ഉള്ള റീസൺ എന്താ, ബോയൻസി ഫോഴ്സ് വലുതായതുകൊണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ ബോയൻസി ഫോഴ്സ് മൈനസ് mg ആണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി സംഭവിക്കുന്നത് ബോയൻസി ഫോഴ്സ് മൈനസ് mg എന്ന് പറയുന്ന നെറ്റ് ഫോഴ്സ് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷനെ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും, സ്പീഡ് കുറയ്ക്കും, റിട്ടാർഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഇൻറ്റു എക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ ഫോഴ്സ് ചെയ്ത വർക്ക് കിട്ടും. ഈ വർക്ക് മുഴുവൻ നമ്മുടെ എനർജി, നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ കൈനറ്റിക് എനർജി ഇല്ലാതാക്കി മാറ്റി എന്ന് വേണം കരുതാൻ. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർഫസ് ടച്ച് ചെയ്യുന്ന സമയത്തുള്ള കൈനറ്റിക് എനർജി, അതാണ് ഈ നെറ്റ് ഫോഴ്സ് പിന്നീട് അങ്ങോട്ട് ഇല്ലാതാക്കുന്നത്. എക്സ് ഡിസ്റ്റൻസ് താഴേക്ക് ഡെപ്തിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ആ സർഫസിൽ എത്തുമ്പോൾ ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി മുഴുവൻ ഇല്ലാതായി മാറി എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മോഷൻ ഇൻ സ്ട്രേറ്റ് ലൈനിൽ പഠിച്ചതാണ്. ഏതൊരു ഒബ്ജക്റ്റ് നമ്മൾ ഇനീഷ്യലി റെസ്റ്റിൽ നിന്നുകൊണ്ട് ഒരു ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, √2gh ആണ്. അപ്പോൾ അഥവാ v² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2gh ആണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, 2gh ആണെന്ന് എല്ലാവർക്കും അറിയാം. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം എഴുതി കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാകും. സോ ദിസ് ഇസ് ഈക്വൽ ടു ½ ഇൻറ്റു m ഇൻറ്റു v² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 2gh ആണ്. സോ ബേസിക്കലി എന്താകും, mgh തന്നെയായിട്ട് മാറും. ഓക്കെ, mgh തന്നെയായിട്ട് മാറും. സോ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് കടക്കാം. നമുക്ക് നെറ്റ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോയൻസി ഫോഴ്സ് മൈനസ് mg ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. സോ ബോയൻസി ഫോഴ്സ് നിങ്ങൾക്ക് നമ്മൾ ഇതുവരെ ഒരുപാട് തവണ എഴുതി. ബോയൻസി ഫോഴ്സ് വിൽ ബി ടോട്ടൽ വോളിയം ഓഫ് ദി ഒബ്ജക്റ്റ്, ഓക്കെ, ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു g. ഇതാണ് ടോട്ടൽ ബോയൻസി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ബോൾ. ഓക്കെ, മൈനസ് mg എന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് നെറ്റ് ഫോഴ്സ് കിട്ടും. ഓക്കെ, നെറ്റ് ഫോഴ്സ് കിട്ടും. ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, mg ഇൻറ്റു 9 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, mg ഇൻറ്റു 9 സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ വോള്യത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡെൻസിറ്റിയെ കുറിച്ചോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല. ബോളിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, റൈറ്റ്? ബോളിൻ്റെ എന്ത് തന്നിട്ടുണ്ട്, ഡെൻസിറ്റി ഈസ് ആക്ച്വലി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ബോളിൻ്റെ ഡെൻസിറ്റി ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് കണ്ടെത്തേണ്ടത് ഈ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. എത്രത്തോളം താഴേക്ക് പിന്നെ അത് പോകും എന്നുള്ള കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതാൻ പോവാണ് v ഇൻറ്റു d ഇൻറ്റു g മൈനസ്, അപ്പോൾ v dg എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് d എന്ന് പറയുന്നത് നമ്മുടെ എന്തിൻ്റെ ഡെൻസിറ്റിയാണ്, ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ്. ബോയൻസി ഫോഴ്സിൻ്റെ ഇക്വേഷനിലെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ്. അപ്പോൾ വോളിയം ഓഫ് ദി ഒബ്ജക്റ്റിന് പകരം ഞാൻ എന്ത് ചെയ്യണം, അതിനെ മാസിൻ്റെ ടേംസിലേക്ക് മാറ്റി ചെയ്താണ്. ബിക്കോസ് ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്, നമുക്ക് വോളിയം ഓഫ് ദ സോളിഡ് തന്നിട്ടുണ്ട്. സോ മാസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ ബോൾ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഡെൻസിറ്റി, വോളിയം ഓഫ് ദ ബോൾ അല്ല, ഡെൻസിറ്റി ഓഫ് ദ ബോൾ. മാസ് ബൈ ഡെൻസിറ്റി എന്ന് ഇതാണ്. ആദ്യത്തെ വീനെ ഞാൻ മാസ് ബൈ ഡെൻസിറ്റി എന്നതാണ്. ബിക്കോസ് ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടറിലേക്കാണ് അത് വന്ന് വീഴുന്നത്. ഇൻറ്റു g മൈനസ് mg ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു mg ഇൻറ്റു 9 സെൻറ്റിമീറ്റർ അപ്പുറത്തുണ്ട്. ഓക്കെ, 9 സെൻറ്റിമീറ്റർ അപ്പുറത്തുണ്ട്. ഇനി ഇതിൻ്റെ വാല്യൂസ് ഇട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടേമിലും എന്താണ്, m നമുക്ക് ഡിവൈഡ് ചെയ്ത് കളയാം. എല്ലാ ടേമിൽ നിന്നും m നമുക്ക് ഡിവൈഡ് ചെയ്ത് കളയാം. അതുപോലെ തന്നെ എല്ലാ ടേമിൽ നിന്നും എന്ത് ചെയ്യാം, gയും നമുക്ക് ഡിവൈഡ് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ഡെൻസിറ്റി ഓഫ് വാട്ടറും അതുപോലെ തന്നെ റോ ഓഫ് ദ ബോളും ഒക്കെ എന്ത് ചെയ്യാം, നമ്പേഴ്സ് ഇട്ട് കൊടുക്കാം. ഡെൻസിറ്റി ഓഫ് വാട്ടർ 10⁻³ ആണ്, മറ്റേത് 0.4 × 10⁻³ ആണ്. ഓക്കെ, അപ്പോൾ ആ നമ്പേഴ്സ് ഞാനിത് അവിടെ ഇട്ട് കൊടുക്കാൻ പോകുന്നു. സോ ഡെൻസിറ്റി ഓഫ് വാട്ടർ 10⁻³ ഡിവൈഡഡ് ബൈ 0.4 × 10⁻³ മൈനസ് 1 ആയി മാറി അവിടെ. ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ എമ്മും ജി ഒക്കെ പോയിട്ട് ബാക്കി ആകെ 9 × 10⁻² സെൻറ്റിമീറ്റർ അല്ലേ. ഓക്കെ, ഇവിടെ 10⁻³ 3 ക്യാൻസൽ ആകും. 1/0.4 എന്താ 2.5 ആണ്. 2.5 മൈനസ് 1 സോ 1.5 എക്സ് ഇസ് ഈക്വൽ ടു 9 × 10⁻² ആണ്, അല്ലെങ്കിൽ 9 സെൻറ്റിമീറ്റർ ആണ്. നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് വേണ്ടത് ഏതിലാ, സെൻറ്റിമീറ്ററിൽ തന്നെയാണ് വേണ്ടത്. സെൻറ്റിമീറ്ററിൽ തന്നെയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ ആൻസർ അപ്പോൾ എത്രയാണ്? So therefore x is equal to 9/1.5, that is equal to 6 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ 9 സെൻറ്റിമീറ്ററിൽ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ വെള്ളം കഴിഞ്ഞ് 6 സെൻറ്റിമീറ്റർ ഡെപ്തിലേക്ക് പോയിട്ട് ഇത് സ്റ്റോപ്പ് ആകും.
അപ്പോഴത്തേക്കും നമ്മുടെ ഉണ്ടായിരുന്ന സ്പീഡ് മുഴുവൻ ബോയൻസി ഫോഴ്സ് കാരണം റിട്ടാർഡേഷൻ കാരണം ഇല്ലാതായിട്ടുണ്ടാകും. മനസ്സിലായോ? അടുത്ത ചോദ്യം. Figure given below shows a small boat containing some iron balls floating on a still lake. These iron blocks are now dropped into the lake. അപ്പോൾ ഇത് നമ്മുടെ ഫ്ലോട്ടേഷൻ ക്വസ്റ്റ്യനിലെ സ്ഥിരം എല്ലായിടത്തും കാണുന്ന ചോദ്യം തന്നെയാണ്. ഒരു ബോട്ടിൽ നമ്മൾ ഒരുപാട് ഒബ്ജക്റ്റുകളുമായി സോളിഡ് ഒബ്ജക്റ്റുകളുമായിട്ടൊരു ബോട്ടിൽ നമ്മളൊരു ലേക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ആ ലേക്കിൽ അത്രയും ഒരു ലേക്കും അതിൻ്റെ കൂടെ ഇത്രയും ബോളുകളും വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ലേക്കിൻ്റെ ലെവൽ ചെറുതായിട്ടൊന്ന് ഉയർന്നിട്ടുണ്ടാകും. എന്തായാലും ഏതൊരു ഒബ്ജക്റ്റും ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാകും? ചെറുതായിട്ട് ഉയരും. പക്ഷേ പിന്നെ ആ ലേക്കിൻ്റെ അകത്ത് നിന്നും ആ ബോളുകൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും അത് വെള്ളത്തിലേക്ക് തന്നെ ഇടുകയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ടർ ലെവലിന് എന്താണ് സംഭവിക്കുക? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ച ആളുകൾക്കൊക്കെ നേരത്തെ അറിയുന്ന ആൻസർ തന്നെയാണ്. ലെവൽ ഓഫ് ദ ലേക്ക് വിൽ ഫോൾ വിത്ത് ഗ്രൗണ്ട് റെഫറൻസ്. സെലക്ട് ദി റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ നമ്മൾ കറക്റ്റ് സെന്റൻസ് കാണുമ്പോൾ ആദ്യം തന്നെ എഴുതി കഴിഞ്ഞാൽ ആൻസർ തെറ്റും. ബോട്ട് വിൽ റൈസ് വിത്ത് വാട്ടർ റെഫറൻസ്. ലെവൽ ഓഫ് ദ ബോട്ട് വിൽ റൈസ് വിത്ത് ഗ്രൗണ്ട് റെഫറൻസ്. വാട്ടർ ലെവൽ വിൽ നോട്ട് ചേഞ്ച് ഫ്രം ഗ്രൗണ്ട് റെഫറൻസ്. അപ്പോൾ ഒന്നാമതായിട്ടുള്ളത് ആകെ ഇവിടെ ആദ്യത്തെ 3 കാര്യങ്ങളും പറയുന്നത് ഇവിടെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുന്നതാണ്. 4ാമത്തെ ഓപ്ഷൻ പറയുന്നതോ ഒരു ചേഞ്ചും ഉണ്ടാവില്ല എന്നാണ്. സെലക്ട് ദി റോങ് സ്റ്റേറ്റ്മെന്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റിന് ആൻസർ നേരത്തെ പഠിച്ച ആളുകൾക്ക് അറിയാം, ഇവിടെ വാട്ടർ ലെവലിൽ ചേഞ്ച് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഓൾറെഡി പഠിച്ച ഒരാൾക്ക് ഡി ആണെന്നുള്ളത് ഇൻസ്റ്റൻ്റ്ലി സെലക്ട് ചെയ്യാം. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇനീഷ്യലി കേസ് 1 നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബോട്ടിൻ്റെ മാസും ഉണ്ട്, അതുപോലെ തന്നെ ഈ ബോളുകളുടെ മാസും എല്ലാം കൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇനീഷ്യലി ഇമ്മേഴ്സ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഫ്ലോട്ടിംഗ് ആണ്, ബോട്ട് ഫ്ലോട്ടിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഫ്ലോട്ടേഷൻ നമ്മുടെ ബോയൻസി ഫോഴ്സ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ മാസ് M+M×G എന്ന് പറയുന്ന ബോളും ബോട്ടിൻ്റെ ടോട്ടൽ വെയിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ബോയൻസി ഫോഴ്സ് ബാലൻസ് ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെ എഴുതാം? വോള്യം ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട ലിക്വിഡിൻ്റെ ഒരു വോള്യം ഉണ്ടാകും അല്ലേ, ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻറ്റു ജി എന്ന് എഴുതാം. മനസ്സിലായോ? അപ്പോൾ കേസ് 1 നമുക്ക് മനസ്സിലാകും എത്രത്തോളം ലിക്വിഡ് ലെവൽ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ജിയും ജി ഒക്കെ ക്യാൻസൽ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? M+M ഡിവൈഡഡ് ബൈ ഡി ഓഫ് ദ ലിക്വിഡ് ആണെന്ന് എഴുതാം. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ ബോളുകളെ സെപ്പറേറ്റ് ആയിട്ട് വെള്ളത്തിലേക്ക് ഇടുകയാണ്. അപ്പോൾ ആ ബോളുകളുടെ ഫുൾ വോള്യം എന്ത് ചെയ്യുകയാണ്? ഇമ്മേഴ്സ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ കേസ് 2ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ തന്നെയാണ് നമ്മൾ എഴുതുക. ഡിസ്പ്ലേസ്ഡ് ലിക്വിഡിൻ്റെ വോള്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ആണ് നമ്മൾ എഴുതി അല്ലേ, റൈറ്റ്? ഇനി കേസ് 2ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ബോട്ട് സെപ്പറേറ്റ് ആയി. അവിടെ ബോട്ട് mg ഇസ് ഈക്വൽ ടു എന്താണ്? ഈ ബോട്ട് കാരണം ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡ് ഉണ്ട്, ഓക്കെ, അതിൻ്റെ ഒരു ലെവലുണ്ട്, ഇൻറ്റു DL ഇൻറ്റു G ആണ്. അത് കഴിഞ്ഞ് അടുത്തതായിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് അടുത്തത് വേറെ തന്നെ മീൻസ് ഏതാണ്? mg എന്ന് പറയുന്നത് ബോളുകൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇട്ടു. നമ്മൾ വെള്ളത്തിലേക്ക് എടുത്തിട്ടു. ഓക്കെ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇതെന്താണ് സംഭവിക്കുക? ആ ബോളിൻ്റെ വോള്യം ആണ് പിന്നെ ഡിസ്പ്ലേസ് ചെയ്യപ്പെടാൻ പോകുന്നത്. ഓക്കെ, ആ ബോളിൻ്റെ വോള്യമാണ് പിന്നെ എന്ത് ചെയ്യപ്പെടാൻ പോകുന്നത്? ഡിസ്പ്ലേസ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ബോളിൻ്റെ വോള്യം V2 ഇൻറ്റു DL ഇൻറ്റു G എന്ന് വരും. ഓക്കെ, ബോളിൻ്റെ വോള്യമാണ് പിന്നെ അവിടെ ഡിസ്പ്ലേസ് ചെയ്യപ്പെടാൻ പോകുന്നത്. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ ഡിഫറൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കേസിലെ ടോട്ടൽ വോള്യം ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ മാസ് ബൈ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ആയിരുന്നു. ഓക്കെ, എന്നാൽ സെക്കൻഡ് കേസിലേക്ക് വരുന്ന സമയത്തുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോട്ടിന് നേരത്തെ ഈ ബോട്ട് ഫസ്റ്റ് കേസിലും ആ ബോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോള്യം എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇത്തവണ ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അയൺ ബോളുകൾ എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇടുന്ന സമയത്ത് പിന്നെ നമ്മൾ നമ്മുടെ ബോയൻസി ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് റൈറ്റ് സൈഡിലെ V2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ബോൾസിൻ്റെ ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ വോള്യം ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് കേസിലെ ബോട്ട് കാരണം ഡിസ്പ്ലേസ് ചെയ്യുന്ന ലിക്വിഡ് ഇതിൻ്റെ വോള്യം V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് M ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ആണ്. രണ്ടാമത്തെ കേസിൽ നമുക്കറിയാം V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് M ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ആണ്. ഇനി ഇത് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ V2നെ തന്നെ നമുക്ക് എങ്ങനെയും എഴുതാം. ഈ V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനായിട്ട് നമ്മുടെ ബോളുകൾ ഈ പറയുന്ന അയൺ ബോൾസ് ആവട്ടെ ഏത് ഒബ്ജക്റ്റും ആവട്ടെ, ഇവിടെ ഇപ്പോൾ പറയുന്നത് എന്താണ്? അയൺ ബോൾസ് ആണ്. ഈ അയൺ ബോൾസ് നമ്മൾ മുഴുവനായിട്ട് വെള്ളത്തിലേക്ക് എടുത്തിരുന്ന സമയത്ത് അതിൻ്റെ മുഴുവൻ കറസ്പോണ്ടിങ് വോള്യമാണ് ഡിസ്പ്ലേസ് ആവുന്നത്. അതിന് നമുക്ക് ഇങ്ങനെയും എഴുതാം. അതുപോലെ തന്നെ ആ ഒബ്ജക്റ്റിൻ്റെ വോള്യം നമുക്ക് എങ്ങനെ എഴുതാം? M ഡിവൈഡ് ബൈ അതിൻ്റെ ഡെൻസിറ്റി ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അതിൻ്റെ ഡെൻസിറ്റി ആയിട്ട് എഴുതാൻ സാധിക്കും. അപ്പോൾ ഈ സെക്കൻഡ് കേസിൽ നമുക്ക് ആക്ച്വലി ഈ ഫ്ലോട്ടിംഗ് എന്ന് പറയുന്ന സിറ്റുവേഷൻ അല്ല ശരിക്കും എഴുതാൻ പറ്റുക.
കാരണം നമ്മൾ ആ എഴുതിയതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫ്ലോട്ടിംഗ് ആണ്, ഫ്ലോട്ടിംഗ് അല്ലല്ലോ നടക്കുന്നത്. അയൺ ബോൺസ് മുഴുവനായിട്ട് ഇമ്മേഴ്സ് ചെയ്യപ്പെടുകയാണ്. ഇമ്മേഴ്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ V2 എന്ന് പറയുന്നത് എന്താകും? V2 എന്ന് പറയുന്നത് M ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ അയൺ ബോൾ ആയിരിക്കും. ഓക്കെ, V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ദി അയൺ ബോൾ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് അയൺ ബോൾ ആയിരിക്കും. അപ്പോൾ ടോട്ടൽ വോളിയം ഡിസ്പ്ലേസ്ഡ് ഇൻ ദ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് M ബൈ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് പ്ലസ് സ്മോൾ m ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് അയൺ ബോൾ ആയിട്ട് മാറും. കാരണം അത് ഫുള്ളി ഇമേഴ്സ് ആവുകയാണ് അയൺ ബോൾ. എന്നാൽ ഇവിടെ നമുക്ക് ആ വോളിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? അത് M ബൈ DL പ്ലസ് സ്മോൾ m ബൈ DL തന്നെയാണ് വരിക. മനസ്സിലായോ? അത് മുഴുവനായിട്ട് ഫ്ലോട്ട് ചെയ്തിരുന്ന സമയത്ത് M ബൈ DL പ്ലസ് സ്മോൾ m ബൈ DL ആയിരുന്നു ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട വെള്ളം. എന്നാൽ നമ്മൾ അയൺ ബോൾസ് എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട സമയത്ത് എന്ത് സംഭവിച്ചു? ഈ പറയുന്ന M ബൈ DL പ്ലസ് M ബൈ DI ആയിട്ട് മാറി. അപ്പോൾ ഈ അയൺ ബോളിൻ്റെ ഡെൻസിറ്റി വെള്ളത്തിനേക്കാൾ കൂടുതലാണ് അല്ലേ? അയൺ ബോളിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെള്ളത്തിനേക്കാൾ കൂടുതലാണ്, റൈറ്റ്? വെള്ളത്തിനേക്കാൾ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഫ്രാക്ഷൻ ഇതിനേക്കാൾ ആക്ച്വലി എന്തായിരിക്കും? ഇത് കുറവായിരിക്കും. സോ ഇതിനെ നമുക്ക് V1 എന്നും ഇത് കേസ് 2 V2 എന്നും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ, റൈറ്റ്? അപ്പോൾ എന്താണ് വരിക നമുക്ക്? അല്ലെങ്കിൽ ഇനീഷ്യലി ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട വെള്ളം, ഇതിനെ നമുക്ക് ഫൈനലി ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട വെള്ളം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇനീഷ്യലി ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട വെള്ളമാണ് മറ്റതിനേക്കാൾ കൂടുതലായിട്ട് വരാൻ പോകുന്നത്. ബിക്കോസ് ഈ ഫ്രാക്ഷൻ വളരെ കൂടുതലാണ് കമ്പയർ ടു ഈ ടേം നമ്മൾ കമ്പയർ സെക്കൻഡ് ടേം രണ്ടിലും കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഡിനോമിനേറ്റർ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ആ ഫ്രാക്ഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. ഇനീഷ്യലി ആണ് കൂടുതൽ വെള്ളം ഡിസ്പ്ലേസ് ചെയ്യപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം വാട്ടർ ലെവൽ സെയിം ആകും, വിൽ നോട്ട് ചേഞ്ച് എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇത് റോങ് ആണെങ്കിൽ ബാക്കി എല്ലാം കറക്റ്റ് ആണ്. ലെവൽ ഓഫ് ദ ലേക്ക് വിൽ ഫോൾ. ഓക്കെ, ലെവൽ ഓഫ് ദ ലേക്ക് വിൽ ഫോൾ. ആദ്യം നല്ലോണം വെള്ളം ഡിസ്പ്ലേസ് ചെയ്യപ്പെടും, രണ്ടാമത് അത്രയും ഉണ്ടാവില്ല. ബോട്ട് വിൽ റൈസ്. ബോട്ട് എന്തായാലും കുറച്ച് റൈസ് ചെയ്യും, അതിൽ നിന്ന് ഒബ്ജക്റ്റ് പുറത്തേക്ക് ഇടുന്ന സമയത്ത് ബോട്ട് റൈസ് ചെയ്യും. ലെവൽ ഓഫ് ദ ബോട്ട് വിൽ റൈസ് വിത്ത് ഗ്രൗണ്ട് റെഫറൻസ്. രണ്ടും എന്താണ്? സെയിം ആണ്. സോ ആൻസർ D ആണ് അവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള റോങ് സെൻറ്റൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ D ആണ്. ഓക്കെ, if the pressure at half the depth of a lake is equal to 2/3 pressure at the bottom of the lake, then what is the depth of the lake എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു സാധാരണ നമുക്കറിയാം ഒരു ലേക്കിൻ്റെ അല്ലെങ്കിൽ ഒരു വാട്ടർ കോളത്തിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് HρG ആണ്. അപ്പോൾ ഒരിക്കലും ഹാഫിലുള്ളതും അതുപോലത്തെ ഏറ്റവും താഴെയുള്ളതും തമ്മിൽ ജസ്റ്റ് ഹാഫ് ആൻഡ് 1 എന്നുള്ള റിലേഷനെ വരാൻ പാടുള്ളൂ. ഇവിടെ വേറെ രൂപത്തിലാണ് റിലേഷൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ടോട്ടൽ പ്രഷറിൻ്റെ കമ്പാരിസൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ താഴേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്തായാലും അവിടെ ഉണ്ട്. അതിനെ വെച്ചിട്ടാണ് അതും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ പ്രഷറാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കമ്പയർ ചെയ്യുന്നത് മനസ്സിലാക്കാം. സോ ദെർഫോർ if the pressure at the half the depth of a lake is equal to 2/3 pressure. ഓക്കെ, അതായത് ഹാഫ് ദ ഡെപ്തിലെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? ഹാഫ് ദ ഡെപ്തിൽ അറ്റ് h/2 എന്ന് പറയുന്ന ഹാഫ് ദ ഡെപ്തിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, h/2 എന്ന് പറയുന്ന ഹാഫ് ദ ഡെപ്തിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹാഫ് ദ ഡെപ്തിൽ നമുക്കറിയാം PA അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് h/2 ഇൻറ്റു ρg. ഇത്രയുമാണ് ഹാഫ് ദ ഡെപ്തിലെ പ്രഷർ. ഇത് എന്തിനോട് ഈക്വൽ ആണ്? ഇത് 2/3 ദ പ്രഷർ അറ്റ് ദ ബോട്ടം ഓഫ് ദ ലേക്ക്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു 2/3 ഓഫ് ദ പ്രഷർ അറ്റ് ദ ബോട്ടത്തിലും എന്തുണ്ട്? അറ്റ്മോസ്ഫിയറിൻ്റെ പ്രഷർ ഉണ്ട്, പ്ലസ് എന്തും കൂടെ ഉണ്ട്? ഏറ്റവും താഴെയുള്ള പ്രഷർ HρG ആണ്. ഓക്കെ, യെസ്, HρG ആണ്. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റേണ്ടതാണ്. സോ PA പ്ലസ് h/2 ρg ഇസ് ഈക്വൽ ടു 2/3 PA പ്ലസ് 2/3 HρG. ഓക്കെ, 2/3 HρG. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ PA നമുക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റാം. അതിങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1/3 PA എന്ന് വരും. ഈ h/2 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാലോ അത് 2/3 മൈനസ് 1/2. ആ ഫ്രാക്ഷൻ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1/6 HρG എന്ന് വരും. ഓക്കെ, നമുക്ക് വേണ്ടത് H അല്ലേ? H ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഈ 3യും 6ഉം കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 വരും. സോ H is equal to ഈ 2 ദാ ലെഫ്റ്റിലേക്ക് പോകുന്നു. 2 into PA ഡിവൈഡഡ് ബൈ ρ into G എന്ന് വരും. ഓക്കെ, സോ ദാറ്റ് മീൻസ് 2 into പ്രഷർ ഓഫ് അറ്റ്മോസ്ഫിയർ, അത് സർഫസിൽ എത്രയാണ്? 10⁵ ആണ്. ഡിവൈഡഡ് ബൈ വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 10⁵ ആണ് ഇൻറ്റു G ആണ്. സോ ദിസ് മീൻസ് ഇത് എത്ര വരും? 20 മീറ്റർ എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, 20 മീറ്റർ എന്നുള്ള ആൻസറിലേക്ക് എത്തും. അപ്പോൾ പ്രഷറിൻ്റെ കമ്പാരിസൺ ആയിരുന്നു ആ ക്വസ്റ്റ്യൻ. അടുത്തത്, weight of a metal ball recorded in air, in water, in a liquid are 56 Newton, 49 Newton and 42 Newton respectively. Specific gravity അഥവാ relative density of the solid and that of the liquid respectively are. ഇതാണ് ചോദ്യം. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും?
ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട്. അതായത് ഇത് ഓൾറെഡി ഒരു വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലായിടത്തും കാണുന്ന ടൈപ്പ് ഓഫ് ചോദ്യം തന്നെയാണ്. ഓക്കെ, എല്ലായിടത്തും കാണുന്ന ടൈപ്പ് ഓഫ് ചോദ്യം തന്നെയാണ് ബേസിക്കലി. അതിൽ ആദ്യം തന്നെ റോ ഓഫ് സോളിഡ് നമുക്കറിയാം മാസ് ബൈ വോള്യൂമാണ്. അതുപോലെ തന്നെ ഒരു ലിക്വിഡിൻ്റെ റോ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ബോയിങ് ഫോഴ്സ് ബൈ VG ചെയ്താൽ മതി. ഓക്കെ, സോ ഇവിടെ പല വെയിറ്റുകൾ തന്നിട്ടുണ്ട്. തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വെയിറ്റ് ഓഫ് ദ ബോൾ റെക്കോർഡഡ് ഇൻ എയർ. എയറിലെ വെയിറ്റ് 56 ന്യൂട്ടൺ ആണ് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ വാട്ടറിലെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 49 ന്യൂട്ടൺ ആണ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ളത് ലിക്വിഡാണ്. ഏതോ ഒരു ലിക്വിഡിലെ വെയിറ്റ് അതിൽ കൊണ്ടുപോയി മെഷർ ചെയ്തപ്പം 42 ന്യൂട്ടൺ ആണ്. ഓക്കെ, 42 ന്യൂട്ടൺ ആണ്. ഇനി നമുക്ക് വേണ്ടത് സ്പെസിഫിക് ഗ്രാവിറ്റി ആണല്ലേ വേണ്ടത്, അല്ലേ? ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താ? റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് ആണ്. സോ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. അപ്പോൾ എല്ലാത്തിനെയും വാട്ടറിൻ്റെ ഡെൻസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഈ പറയുന്ന റിലേറ്റീവ് ഡെൻസിറ്റി നമുക്ക് കിട്ടുക. ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ്, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് തന്നെ ആൻസർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബേസിക്കലി എന്ത് ചെയ്താൽ മതി? വെയിറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ ബോയൻസി ഫോഴ്സ് ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. വെയിറ്റ് ഇൻ എയർ ഓഫ് എനി ഒബ്ജക്റ്റ്, ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും എയറിലെ വെയിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? എയറിലെ വെയിറ്റിനെ നമുക്ക് വോളിയത്തിൻ്റെയും ഡെൻസിറ്റിയുടെയും ടേംസിലൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ വോളിയം ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻറ്റു അല്ലേ ഡെൻസിറ്റി ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് മൾട്ടിപ്ലൈഡ് ബൈ G എന്ന് എഴുതി കഴിഞ്ഞാൽ വെയിറ്റ് ഇൻ എയർ ആയി. ഇനി ബോയൻസി ഫോഴ്സോ? ബോയൻസി ഫോഴ്സ് നമുക്ക് പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. എന്താണ് ബോയൻസി ഫോഴ്സ്? ബോയൻസി ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് അല്ലേ. ഇവിടെ പറയുന്നത് എന്താ? ഫുള്ളി ഇമ്മേഴ്സ് ചെയ്തതിന് ശേഷമാണ് മെഷർ ചെയ്യുന്നത്. സോ വോളിയം ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻറ്റു എന്തായിരിക്കും? G ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ ബോയൻസി ഫോഴ്സ് താഴെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോമൺ ടേംസ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ടേംസിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ദിസ് സോളിഡിലേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ വാട്ട് ഷുഡ് വി ഡു? ഈ വെയിറ്റ് ഇൻ എയർ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ഇനി ബോയൻസി ഫോഴ്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ബോയൻസി ഫോഴ്സ് നമുക്കറിയാം. ബോയൻസി ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ പറയുന്ന വെയിറ്റ് ഇൻ എയർ എന്ന് പറയുന്നത് ബോയൻസി ഫോഴ്സിൻ്റെ കൂടെ വെയിറ്റ് ഇൻ വാട്ടറും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് കിട്ടുക, അല്ലേ? റൈറ്റ്. കാരണം നമ്മൾ വെള്ളത്തിൽ വെച്ച് മെഷർ ചെയ്യുന്ന സമയത്ത് ബോയൻസി ഫോഴ്സ് മുകളിലേക്കുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാവിറ്റേഷണൽ വെയിറ്റ് താഴേക്കുണ്ട്. അതിൻ്റെ ഡിഫറൻസ് ആണ് വെയിറ്റ് ഇൻ വാട്ടർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ ബോയൻസി ഫോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ ചെയ്താൽ മതി. സോ വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ ചെയ്താൽ മതി. അപ്പോൾ ഇത് അറിയുന്ന ഒരാൾക്ക് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. 56ഉം അതുപോലെ തന്നെ 49ഉമാണ് വാല്യൂസ് വെള്ളത്തിലുള്ള വെയിറ്റ് എന്ന് പറയുന്നത്. സോ 56/56 മൈനസ് 49, 56/7 എന്ന് വരും. എന്ന് വെച്ചാൽ 8 ആണ്. ഓക്കെ, സോ 8 ആയിരിക്കും നമ്മുടെ സോളിഡിൻ്റെ റിലേറ്റീവ് ആയിട്ടുള്ള ഡെൻസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതിൽ തന്നെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ലിക്വിഡിൻ്റെ കൂടെ കണ്ടെത്തണം. ലിക്വിഡിൻ്റെ അപ്പം റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. ഇത് നമ്മളെങ്ങനെ കണ്ടെത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാമതൊരു ഒബ്ജക്റ്റ് എടുത്തിട്ട്, ഒരു സോളിഡ് ഒബ്ജക്റ്റ് എടുത്തിട്ട് ആദ്യം ലിക്വിഡിൽ പോയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ മെഷർ ചെയ്യുന്നു. അങ്ങനെ മെഷർ ചെയ്യുന്ന സമയത്ത് സപ്പോസ് നമുക്ക് രണ്ട് ഭാഗത്തെയും എന്തറിയാം? ബോയൻസി ഫോഴ്സ് അറിയുമെന്ന് വിചാരിച്ചോ. ഓക്കെ, സോ ബോയൻസി ഫോഴ്സ് ഇൻ ദ ലിക്വിഡ് ഡിവൈഡഡ് ബൈ ബോയൻസി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ സെയിം ഒബ്ജക്റ്റ് ഇൻ വാട്ടർ. ഇതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ എഴുതി നോക്കിയേ. ലിക്വിഡിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബോയൻസി ഫോഴ്സ് എന്തായിരിക്കും? നമ്മൾ ഫുള്ളി ഇമ്മേഴ്സ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം വോളിയം ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻറ്റു G ആണ് ഡിവൈഡഡ് ബൈ. ഇനി വെള്ളത്തിൽ പോയിട്ട് നമ്മൾ ഇതേ എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വോളിയം ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു G ആണ്. അപ്പം ഈ റേഷ്യോ കിട്ടാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഷ്യോ എടുത്താൽ മതി. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോയൻസി ഫോഴ്സ് ഓഫ് എൻ ഒബ്ജക്ട് ഇൻ ദാറ്റ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ ബോയൻസി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദി സെയിം ഒബ്ജക്ട് ഇൻ വാട്ടർ ഫുള്ളി ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതാ ഇതിലേക്ക് ഉള്ളത് കിട്ടും. അല്ലെങ്കിൽ സെയിം വോളിയം ഇമ്മേഴ്സ് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, സെയിം വോളിയം എന്ത് ചെയ്യണം? ഇമ്മേഴ്സ് ചെയ്യണം. അപ്പോൾ ബോയൻസി ഫോഴ്സ് ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ലിക്വിഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ലിക്വിഡിലെ ബോയൻസി ഫോഴ്സ് കിട്ടും. അതുപോലെ വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിലെ ബോയൻസി ഫോഴ്സ് കിട്ടും. അപ്പോൾ ന്യൂമറേറ്ററിലുള്ളത് എന്താണ്? ന്യൂമറേറ്ററിലുള്ളത് 56 - 49 അല്ല, ലിക്വിഡിലെ
വെയിറ്റ് 42 ന്യൂട്ടൺ ആണ്. ഓക്കെ, സോ 56 മൈനസ് 42 വരും ഡിവൈഡഡ് ബൈ 56 മൈനസ് 49. സോ 14/7 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ആ ലിക്വിഡിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി 2ഉം അതുപോലെ സോളിഡിൻ്റെത് 8ഉം ആണെന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തും. ഈക്വൽ മാസസ് ഓഫ് വാട്ടർ ആൻഡ് എ ലിക്വിഡ് ഓഫ് റിലേറ്റീവ് ഡെൻസിറ്റി 2 ആർ മിക്സ്ഡ് ടുഗെദർ ദെൻ ദ മിക്സ്ചർ ഹാസ് എ ഡെൻസിറ്റി ഓഫ്. മിക്സ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഡെൻസിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മിക്സിംഗ് എന്ന് പറയുമ്പോഴും നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് എനി സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ടോട്ടൽ മാസ് ബൈ ടോട്ടൽ വോളിയം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ തന്നിരിക്കുന്ന വാല്യൂസിൽ നിന്ന് ടോട്ടൽ മാസ് എന്താകും, അത് ഈക്വൽ മാസുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എമ്മുമായിട്ട് എടുക്കാം. ഇനി ടോട്ടൽ വോളിയം കൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. സോ ഫസ്റ്റത്തെ ആളുടെ വോളിയം നമുക്ക് എങ്ങനെ എഴുതാം, മാസ് ഡിവൈഡഡ് ബൈ ആരൊക്കെയാണ്, വാട്ടറും അതുപോലെ തന്നെ ഒരു ലിക്വിഡുമാണ്. ഓക്കെ, സോ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് എഴുതാൻ പറ്റും. രണ്ടാമത്തെ ആളുടെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മാസ് ആണ്, പക്ഷേ ഇത്തവണ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താ, 2 ടൈംസ് റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. ഓക്കെ, 2 ടൈംസ് ആണ് അതിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി 2 ടൈംസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ആയിട്ട് മാറും. ഓക്കെ, സോ റോ ഓഫ് മിക്സ്ചർ അപ്പോൾ ടോട്ടൽ മാസ് എടുക്കുക. ടോട്ടൽ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2m ആണ് ഡിവൈഡഡ് ബൈ V1ഉം V2ഉം. ഓക്കെ, V1 and V2 m by dW, m divided by dW plus m divided by 2dW എന്ന് നമ്മൾ എഴുതേണ്ടി വരും. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്രാക്ഷൻ ആണ്. എല്ലാത്തിൽ നിന്നും എന്ത് ക്യാൻസൽ ആകും, m ക്യാൻസൽ ആകും. സോ 2 divided by 1 by dW plus 1 by 2dW. അപ്പോൾ 1ഉം ഒരു ഹാഫും കൂടെ ആഡ് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ്. സോ ദാറ്റ് മീൻസ് 3 by 2 dW എന്ന് വരും. ഓക്കെ, 3 by 2 dW എന്ന് വരും. ഇതിൽ നമുക്കറിയാം ഈ പറയുന്ന 2 മുകളിലേക്ക് പോകും. ആൻഡ് നമുക്ക് വേണ്ടത് എന്താണ്, അൾട്ടിമേറ്റ്ലി കണ്ടെത്തേണ്ടത് മിക്സ്ചർ ഹാസ് എ ഡെൻസിറ്റി ഓഫ്. മിക്സറിൻ്റെ ഡെൻസിറ്റിയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ആ മിക്സറിൻ്റെ ഡെൻസിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് ഈ 2 ABB/C/D എന്നുള്ള ഫ്രാക്ഷൻ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താകും, 4/3 ടൈംസ് dW ആയിട്ട് മാറും. വെള്ളത്തിൻ്റെ 4/3 ഡെൻസിറ്റി ഉണ്ടാകും ആ മിക്സറിന്. അപ്പോൾ അതിലെ നമ്മളോട് ആൻസറിൽ 4/3 ചൂസ് ചെയ്താൽ മതി. റിലേറ്റീവ് ഡെൻസിറ്റി ആയിരിക്കണം ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഓക്കെ, 4/3 ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ 2 ആംസ് ഓഫ് എ ഹൈഡ്രോളിക് പ്രസ് ആർ 1 cm² and 10 cm² respectively. A force of 5 Newton is applied on the water in the thinner arm. What force should be applied on the water in the thicker arm so that water may remain in equilibrium? എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് നമ്മുടെ പാസ്കൽസ് ലോ ആണ്. പാസ്കൽസ് ലോയിലെ പ്രത്യേകത അറിയാം, രണ്ടറ്റത്തും പ്രഷർ എന്തായിരിക്കണം, സെയിം ആയിരിക്കും എന്നുള്ളതാണ് ഐഡിയ. അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, F1/A1 is equal to F2/A2. വളരെ സിമ്പിൾ ചോദ്യമാണ്. എത്രയാണോ ഏരിയ എത്ര ഇരട്ടിയാവുന്നു അത്രയും ഇരട്ടി ഫോഴ്സും ആവണം. 1 cm² 10 cm ആവുന്നുണ്ടെങ്കിൽ 5 Newton എന്താവണം, 10 ടൈംസ് അതിൻ്റെ ഫോഴ്സ് അപ്പുറത്തുണ്ടായാൽ മാത്രമേ ബാലൻസ് ചെയ്ത് നിൽക്കുകയുള്ളൂ. അതാണ് പാസ്കൽസ് ലോയുടെ പ്രത്യേകത. ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എ ഹൈഡ്രോളിക് പ്രസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ പാസ്കൽസ് ലോ ആണ്. ആൻസർ അപ്പോൾ എന്താണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ ലിക്വിഡ്സ് ഷോൺ ഇൻ ദ ഫിഗർ ഇൻ ദ 2 ആംസ് ആർ മെർക്യൂറി, specific gravity 13.6 ആണ്, and water. If the difference of heights of mercury columns is 2 cm, find the height of water column. ഇതാണ് ചോദ്യം. ഇതും അഗൈൻ പ്രഷർ ഇക്വേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, രണ്ട് ഭാഗത്തെയും എന്ത് സെയിം ആയിരിക്കണം, രണ്ട് ഭാഗത്തും സെയിം പ്രഷർ ആയതുകൊണ്ടാണ് ഈ ഒരു പൊസിഷനിൽ ഇക്വിലിബ്രിയത്തിൽ വന്ന് നിൽക്കാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ നിന്ന് 2 cm ഓഫ് മെർക്കുറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറും ഇപ്പുറത്തെ H ആണ് ഇവിടുത്തെ ഹൈറ്റ് എന്നുണ്ടെങ്കിൽ അവിടെ വെള്ളമാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറും ഈക്വൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ പ്രഷർ ഫോർ എനി ലിക്വിഡ് പ്രഷർ എന്താ, റോ ഇൻറ്റു H ഇൻറ്റു G ആണ്. ഡെൻസിറ്റി ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം മെർക്കുറിയുടെ സൈഡിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ 2 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് മെർക്കുറി 13.6 ആണ് അതിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി. ഓക്കെ, അതായത് വെള്ളത്തിൻ്റെ ഡെൻസിറ്റിനെ കൊണ്ട് 13.6 മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് മെർക്കുറിയുടെ ഡെൻസിറ്റി കിട്ടുക. ഓക്കെ, ഇൻറ്റു G ഇസ് ഈക്വൽ ടു വെള്ളത്തിൻ്റെ ഭാഗത്ത് നമ്മൾ എഴുതുമ്പോൾ അവിടുത്തെ ഹൈറ്റ് നമുക്കറിയില്ല, അവിടെ ഹൈറ്റ് H ഇൻറ്റു അവിടുത്തെ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് എഴുതാം ഇൻറ്റു G. ചുരുക്കി പറഞ്ഞാൽ DW ആൻഡ് G രണ്ടും ക്യാൻസലായി പോകാനുള്ളതാണ്. നമുക്ക് ആൻസർ ആയിട്ട് ഇവിടെ തന്നെ ആൻസർ എഴുതാം. H ഇസ് ഈക്വൽ ടു എന്താ, 2 ഇൻറ്റു 13.6 ആണ്. സോ ദാറ്റ് ഈസ് 27.2 മീറ്റർ എന്ന് വരും. മീറ്റർ അല്ല, സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം,
ഓപ്ഷൻ എ ആണ് സെലക്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് സിങ്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ഫ്ലോട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുമാണ് ഏറ്റവും കൂടുതൽ വരിക. പിന്നെ പാസ്കൽസ് ലോയും ഇതുപോലത്തെ പ്രഷർ ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും റിലേറ്റീവ് ഡെൻസിറ്റി ഒക്കെയാണ് പിന്നീട് വരാനുള്ളത്. എന്തായാലും ഈ പറയുന്ന റിലേറ്റീവ് ഡെൻസിറ്റി ഒക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക. എക്സ് ആൻഡ് വൈ ലേണിങ്ങിൻ്റെ ഒളിമ്പിയാഡ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാകും. ഓൾ ദ ബെസ്റ്റ്.